പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ഇപ്രകാരം ചാപ്പൽ സർവീസായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി ചാപ്പൽ സർവീസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ 5 ദിവസം ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പഠിക്കുവാൻ ഒക്കെ ദൈവം സഹായിച്ചു. ഇന്ന് നമുക്ക് അന്യോന്യം ഒന്ന് പരിചയപ്പെടുന്നതിനും പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ള സമയമാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾപ്പാൻ ഒക്കെ താല്പര്യമുണ്ട്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിലത്തെ ഈ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രിയ അച്ചായൻ ജോർജ് സമുവൽ ബ്രദർ ഡാളസിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ പ്രാർത്ഥിച്ച് ആരംഭിക്കും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാപരിശുദ്ധനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്ത്യയിലും അടിയങ്ങളെ കർത്താവെ അമേരിക്കയിലും വിവിധ സമയത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു കർത്താവെ വർഷിപ്പിനായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് ഓർത്ത് നന്ദിയോട് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പൊ ഈ ചാപ്പൽ സർവീസിനെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഒന്നുചേർന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്നവർ ഇന്ന് പകൽ കർത്താവെ, ഇന്ന് ഈ മീറ്റിംഗിൽ കൂടി വലിയൊരു അനുഗ്രഹം പ്രാപിപ്പാൻ തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവില് എല്ലാവരും ആയിരിക്കാൻ, ദൈവ സാന്നിധ്യം എല്ലാവർക്കും ദർശിപ്പാൻ അവിടെ ഇടയാക്കണമേ എന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വർഷത്തിന്റെ ആരംഭത്തില് ഇങ്ങനെ കർത്താവ് വീണ്ടും ഓൺലൈനിൽ കൂടി ബൈബിൾ ക്ലാസ് തുടങ്ങുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഒരുക്കി തന്ന എല്ലാ സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തിലും കർത്താവെ അനുഗ്രഹകരമായി ഒരു ക്ലാസ് തീർന്നു, അത് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. വീണ്ടും അത് തുടങ്ങുവാൻ എല്ലാം ദൈവം അനുവദിച്ച വലിയ ദൈവം കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഒരു ദർശന പ്രകാരം ഇത് തുടങ്ങി ഇത്രത്തോളം അനുഗ്രഹത്തോടെ ഇത് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. ഇതിനെ നിയന്ത്രിപ്പാൻ തക്കണം കർത്താവിന് ദാസൻ ലാലു പാസ്റ്ററേയും സ്വർഗം കർത്താവെ ഉയരത്തിൽ നിന്ന് സഹായിച്ച് ഇത്രത്തോളം നടത്തി ഇതില് കർത്താവെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ വിലയേറിയ സമയവും അറിവും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കർത്താവെ ക്ലാസ് എടുക്കുവാൻ അവരെയും സഹായിച്ചല്ലോ. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും സർവശക്തനായ ദൈവത്തിന്റെ അളവറ്റ കരുണയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പൊ ഈ കാലഘട്ടത്തില് ഞങ്ങൾക്ക് ആശ്വാസം ലഭിപ്പാൻ അവിടുത്തെ സന്നദ്ധിയല്ലാതെ മറ്റൊരിടമില്ലെന്ന് നന്നായി മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയം കണ്ടെത്തി കർത്താവെ തിരുവചനം പഠിപ്പാനും അതിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനും ഒക്കെയും ഞങ്ങൾക്ക് നൽകി തരുന്ന അവസരത്തെ ഓർത്ത് നന്ദിയോട് തന്നിട്ട് സ്തോത്രം ചെയ്തു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ എല്ലാവരും ഇരുത്തിക്കാട്ടെ. ഈ ചാപ്പൽ സർവീസ് ഏറ്റവും അനുഗ്രഹകരമായി തീർന്നുവെന്ന് കർത്താവെ ഇതിൽ സംബന്ധിച്ച് എല്ലാവർക്കും അനുഗ്രഹം പ്രാപിപ്പാനും നന്നായി എന്ന് പ്രവാചകണം ദൈവ സാന്നിധ്യത്തെ അയച്ചു തന്നാട്ട്. അതിനെ ശുശ്രൂഷിക്കുന്ന ഭൃത്യന്മാരെ അഭിഷേകം കൊണ്ട് നിറച്ചാട്ട്. ലീഡ് ചെയ്യുന്നതിന്റെ ദാസനെ കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ട്. വരവിനായി ഞങ്ങളെ ഒരുക്കി പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛാ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചാപ്പൽ സർവീസായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഈ സെമിസ്റ്ററിൽ, പുതിയ സെമിസ്റ്ററിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ ജോയിൻ ആയി വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് നാട്ടിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വൈകിട്ട് മീറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മുടെ അധികം മെമ്പേഴ്സും പാസ്റ്റർമാരുടെ വൈഫുമാരും പാസ്റ്റർമാരും ഒക്കെ ആയതുകൊണ്ട് അവരൊക്കെ അവരുടെ സഭകളിലൊക്കെ അല്പം തിരക്കൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും നിങ്ങളുടെ തിരക്കുകളുടെ മധ്യത്തിലും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മൾ സാധാരണ ഒരു കൊയർ ടീമിനെയൊക്കെ വിളിക്കുന്നതാണ്. എന്നാൽ ഇന്ന് അങ്ങനെ ആരെയും തന്നെ വിളിച്ചിട്ടില്ല. കാരണം അത് ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുവാനും സാക്ഷി പറയുവാനും ഒക്കെ ഇന്ന് കൂടുതൽ സമയം ചിലവാക്കണം എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കൊയർ ടീം ഒന്നുമില്ല. എന്നാൽ നമ്മുടെ മധ്യത്തിൽ പാടുവാൻ കഴിവുള്ള ആരും അങ്ങനെ ഇപ്രാവശ്യം പേരും ഒന്നും തന്നിട്ടില്ല. എല്ലാം പുതിയ ആൾക്കാരൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ പാടാൻ കഴിവുള്ള ഒരാൻറ്റി പറഞ്ഞായിരുന്നു, ഏലിയാമ്മ എസ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ആൻറ്റി പാടാമെന്ന് പറഞ്ഞു. മാവേലിക്കരയിൽ നിന്ന് താൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെയാണ്. എന്നാ പാട്ട് പാടിക്കാട്ടെ ആൻറ്റി, ആദ്യ പാട്ട് പാടിക്കാട്ടെ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രാജുവേഷന് ആൻറ്റി 3 പേരുമായിട്ട് അവിടെ വരുവാനിടയായി തീർന്നു. ആ 3 പേരും നമ്മളോടൊപ്പം പുതിയ ഈ സെമിസ്റ്ററിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്.
പ്രത്യേക ആൻറ്റിയെ വളരെ അഭിനന്ദിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താൻ കാലിൻ്റെ എന്തോ ഓപ്പറേഷൻ എറണാകുളത്താണ്. അവിടെ വേറെ ഏതോ ഒരു വീട്ടിൽ വിശ്രമിക്കുന്നിടത്തു നിന്ന് ഇപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ ഒരു പാട്ട് പാടി അല്പം സാക്ഷ്യവും തന്റെ പറയും. കേൾക്കാമോ? എന്റെ മൊബൈല് കേൾക്കാം. പാടിക്കോ. ആദ്യം പാട്ട് പാടിയിട്ട് അധികം സമയം എടുക്കാതെ സാക്ഷ്യം പറയാം, പ്ലീസ്. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോളൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോളൻ കണ്ണുകൾ നിറയുന്നേ. പാപിയാമെന്നെ നേടുവാൻ യേശു കാൽവറിയിൽ തന്നെ, പാപിയാമെന്നെ നേടുവാൻ യേശു കാൽവറിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോളൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോളൻ കണ്ണുകൾ നിറയുന്നേ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ, കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോളൻ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോളൻ കണ്ണുകൾ നിറയുന്നേ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കായല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോളൻ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനമത് ഓർക്കുമ്പോളൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. വളരെ മനോഹരമായിട്ട് പാടി. ദൈവം സഹായിക്കട്ടെ. ആന്റി, ആ സാക്ഷ്യം കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, എത്ര സമയമുണ്ടെന്ന് ആദ്യം പറഞ്ഞാൽ ആ സമയം അനുസരിച്ച് ഞാൻ പറയാനാണ്. മണിക്കൂറുകളുണ്ട്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് ആദ്യം ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് പെട്ടെന്ന് പറയുക. പിന്നീട് സമയം തരുന്നതായിരിക്കും പിന്നീടുള്ള അവസരങ്ങളിൽ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ലാലു, ദൈവത്തിന്റെ ദാസനും ഇതിന്റെ ചുമതല വഹിക്കുന്ന എല്ലാവരെയും ഞാൻ എടുത്തു പറയുന്നില്ല പേര്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള എൻ്റെ സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. കൂടപ്പെട്ട എല്ലാവർക്കും എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് പറഞ്ഞല്ലോ, ഏലിയാമ്മ എന്നാണ്. ഞാൻ ചില വർഷങ്ങളായി കർത്താവിനായിട്ട് എൻ്റെ ജീവിതം സമർപ്പിച്ച് ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുകയാണ്. എനിക്ക് ഒരു മാതാവുണ്ട്. മാതാവിനെ ഇപ്പോൾ സിസ്റ്ററിന്റെ അടുക്കലാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഓപ്പറേഷന് വേണ്ടി വന്നത്. അപ്പോൾ അതിനുമുമ്പായിട്ട് ബൈബിൾ കോളേജിനെ കുറിച്ച് ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. ഈ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് എനിക്ക് എൻ്റെ ഒരു സ്നേഹിത മുഖാന്തരമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ അനുഗ്രഹകരമായി തീർന്നു. എൻ്റെ ആത്മീയ ശുശ്രൂഷയിലും ഒത്തിരിയേറെ പ്രയോജനമായി തീർന്നു. ഓരോ അധ്യാപകരും പഠിപ്പിച്ച ക്ലാസ്സുകളൊക്കെ അതാത് നിലകളിൽ വളരെ അനുഗ്രഹകരമായിരുന്നു. കാരണം നമ്മൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും ക്ലാസ്സുകൾ അനുഗ്രഹമെങ്കിലും എടുത്തു പറയുന്നത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ആ പഠനം ഞാൻ എൻ്റെ കൂട്ടുവിശ്വാസികളായ പല ദൈവമക്കൾക്കും ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ആ ക്ലാസ്സുകളൊക്കെ ഞാൻ അവർക്ക് തുടർന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്.
എല്ലാ അധ്യാപകരെ എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു കോളേജിൽ കൂടെ അനേകര് കർത്താവിനെ അറിയാനും വചനം പഠിക്കാനും ഒക്കെ ഇടയായി തീർന്നല്ലോ. ആ ഗ്രാജുവേഷനിൽ എനിക്കും സംബന്ധിക്കാൻ ഇടയായി. ആദ്യം ദൈവത്തിന്റെ ദാസൻ ഓർപ്പിച്ച പോലെ എൻ്റെ കാലുകൾക്ക് ചില നാളുകളായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. എൻ്റെ സ്നേഹിതര് എന്നെ വളരെ സഹായിച്ചാണ് ആ സമയത്ത് ഒടുവിലായപ്പോഴത്തേക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ എന്നെ അവർ വളരെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് അവിടെ വരാനായിട്ടും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ടൊക്കെ ഇടയായി തീർന്നു. എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. തുടർന്നും കോളേജിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹകരമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം സമയക്കുറവിൽ ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഒടുവിൽ എനിക്ക് അപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലായപ്പോൾ ഞാൻ പല പ്രാവശ്യം പല ഡോക്ടർമാരെ കണ്ട് ഞാൻ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഡോക്ടർമാരെ കാണുമ്പോഴെല്ലാം ഓപ്പറേഷൻ മാത്രമാണ് പറയുന്നത്. എന്നാൽ എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കേണ്ടതായ ആവശ്യകതയുള്ളതിനാൽ നീണ്ടു പോയി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ 2 പെൺമക്കളാണ്. കോവിഡിന്റെ സമയത്ത് എൻ്റെ പിതാവ് പെട്ടെന്നുള്ള മരണം സംഭവിച്ചു. ആ സമയത്ത് എൻ്റെ അമ്മയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പിന്നീട് അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ശുശ്രൂഷ തന്നെ പലയിടത്തും വേണ്ടവണ്ണം പോകാൻ സാധിക്കാതെ അമ്മയോടൊപ്പമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് മുന്നോട്ട് നീങ്ങാൻ ഓപ്പറേഷന് പറഞ്ഞിട്ട് പോലും ഞാൻ അതിന് വിധേയപ്പെടാതിരുന്നത്. പക്ഷെ നടക്കാൻ വയ്യാത്തൊരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയുടെ 2 കുഞ്ഞുങ്ങൾ തിരുവല്ലയ്ക്കടുത്ത് പരിമല ഹോസ്പിറ്റലിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ കുറെയെങ്കിലും മരുന്നെങ്കിലും വീണ്ടും കഴിക്കാമെന്ന് വിചാരിച്ച് അവരോട് പറഞ്ഞു, മോളോട് പറഞ്ഞു, മോളെ നീ ഡോക്ടർക്ക് ഒരു അപ്പോയിൻമെന്റ് എടുക്ക, നമുക്ക് ഇനി കാണിക്കാതെ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് തിങ്കളാഴ്ച എന്നുമില്ല ഡോക്ടർ, തിങ്കളാഴ്ചത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നതായ നിമിഷത്തിലാണ് ആ ദിവസമല്ല തിങ്കളാഴ്ച കാണാൻ ഇരിക്കുന്നെങ്കിൽ വ്യാഴാഴ്ച എറണാകുളത്തു നിന്ന് ഒരു ആന്റി എന്നെ വിളിക്കുക. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ആന്റിയുമായിട്ടുള്ള ആത്മീയ ബന്ധം പരിചയമുള്ളതാണ്. എന്നാൽ ഒത്തിരി നാളുകൾക്ക് ശേഷമാണെന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജോളി അമ്മ എങ്ങനെയുണ്ട്, ജോളിയുടെ കാലൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി അമ്മ ഇന്നതുപോലൊക്കെയാണ്, എൻ്റെ കാലാണെങ്കിൽ തീരെ വയ്യ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അപ്പോയിൻമെന്റിനെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ആ ഉടനെ അടുത്ത സെക്കൻഡിൽ ആ ആന്റി പറയാണ്, ജോളി ഇങ്ങ് പോര്, എറണാകുളത്ത് പോര്, ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ 1 മാസത്തോളം ജോളിയെ നോക്കിക്കോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഞാൻ ആന്റിയെ പൂർണ്ണമായിട്ടും വരാം. അവരാണെങ്കിൽ ഏകദേശം 80 വയസ്സിനോട് അടുത്ത് പ്രായമുള്ളവരാ. അടുത്ത മാസം ആന്റിക്ക് 80 ആകും. അങ്കിളിന്റെ ഒരു വയസ്സും കൂടെ മൂത്തതാ. അപ്പോൾ അത് ദൈവിക പദ്ധതിയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചു. ഞാനിങ്ങോട്ട് വരുമ്പോ അമ്മയെ നോക്കേണ്ട ചുമതലയുണ്ട്. എൻ്റെ സിസ്റ്ററിന് അവിടെങ്കിൽ ഇപ്പോൾ പല കടകളും കുഞ്ഞുങ്ങളും ഒക്കെ പല സാഹചര്യങ്ങളാണ് അവിടെ. എന്നാൽ ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം. സമയമില്ലല്ലോ, ഞാൻ ഇച്ചിരൂടെ സമയം എടുത്തു പോകുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിർത്താം, അല്ലെങ്കിൽ 5-10 ഇല്ല സമയമില്ലാത്തതുകൊണ്ടല്ല, ഒത്തിരി പേരുണ്ട്, അതുകൊണ്ടാണ്. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ ഒരല്പം കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ മെയ് 17-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ എറണാകുളത്ത് വന്നു. 18-ാം തീയതി ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് എടുത്ത് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ പോയി എന്നത്തേക്ക് ഡേറ്റ് കിട്ടുമെന്ന് അതറിയത്തില്ല. ചൊവ്വായും വ്യാഴവും മാത്രമേ ഉള്ളൂ ഡോക്ടർക്ക് ഓപ്പറേഷന്റെ ഡേറ്റ്. അപ്പൊ ഞാൻ നേരത്തെ എൻ്റെ ആന്റിയോടും ഞാൻ ഒരു സ്നേഹിതയോടും പറഞ്ഞിരുന്നു, ദൈവം പ്രവർത്തിക്കണം, കാരണം നീണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ വീടും സാഹചര്യങ്ങളും അമ്മയൊക്കെ വിട്ടിട്ടല്ലേ വന്നേക്കുന്നത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പ്രവർത്തിക്കണമെന്ന് പല ദൈവമക്കളോടും ഞാൻ പറഞ്ഞു, ഒത്തിരി നീണ്ടു പോകല്ലേ എന്ന്. പക്ഷെ ഡോക്ടറെ 18-ാം തീയതി തിങ്കളാഴ്ച കാണുമ്പോൾ ഈ സാഹചര്യം അല്പം പറഞ്ഞതായ നിമിഷം ഡോക്ടർ പറയാണ്, നാളെ വരാമെന്ന് പറഞ്ഞ ഒരാൾക്ക് അത്യാവശ്യം വരാൻ പറ്റത്തില്ല, ജോളിന്ന് തന്നെ വീട്ടിൽ വിളിക്കുന്നത്, ജോളിയെ ആ ഒരു ഇതിലേക്ക് കയറ്റിക്കോളാമെന്ന്.
എന്തോ ഒരു അത്ഭുതകരമായ വിധത്തിൽ എത്രയോ ദിവസങ്ങൾ ഡോക്ടറെ കണ്ട് ഡേറ്റ് എടുക്കേണ്ടതായ ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ പ്രവർത്തിച്ചു. മാത്രവുമല്ല, ഒരത്ഭുതം കൂടെ പറയാനാണെങ്കിൽ, ഞാൻ സുവിശേഷകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, നാളത്തേക്ക് ഒരു ദിവസത്തേക്ക് ഒരു ക്യാമ്പ് ഉണ്ട്, അതിനകത്തോട്ടും ജോളിയെ കയറ്റാം. അപ്പൊ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ, സമയമില്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി വേറെ എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ അന്നേരം അവര് ഓപ്പറേഷന് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുക. ആ സ്നേഹിത മുഖാന്തരം ഉണ്ടായ വേറൊരു കൂട്ടുകാരി എനിക്ക് വീൽ ചെയറുമായിട്ട് എന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാത്തിരിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ അവർ നിമിത്തവും കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് ഹോസ്പിറ്റലിൽ കയറുന്നതും. ചുരുക്കം പറഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ ചെന്ന ഞാൻ അന്നുകൊണ്ട് മുഴുവൻ ചെക്കപ്പുകളും നടത്തി. കാരണം മണിക്കൂറുകൾ, ദിവസങ്ങൾ എടുത്ത് ചെയ്യേണ്ട എല്ലാ സകല ചെക്കപ്പുകളും തിങ്കളാഴ്ച ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ട് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അന്ന് വൈകിട്ട് തന്നെ അവിടെ എന്നെ അഡ്മിറ്റ് ആക്കി. 19-ാം തീയതി രാവിലെ ചൊവ്വാഴ്ചത്തെ ആദ്യത്തെ എൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ച് അതിനകത്തൊക്കെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വളരെ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രിയ ആന്റിയുടെ ആ ഓപ്പറേഷനൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക താൻ ഒരു സുവിശേഷകയാണല്ലോ. ദൈവം തന്നെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് താൻ നന്നായിട്ട് പാടുവാനിടയായിട്ട് വളരെ നല്ല ട്യൂണോടുകൂടി ദൈവം ചെയ്ത നന്മകൾക്ക് ഈ പ്രത്യേക സാഹചര്യത്തിലും ദൈവം ചെയ്ത നന്മകളെ വർണ്ണിക്കുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തിയത് ഓർത്തു സ്തോത്രം. പ്രത്യേകമായി ദൈവം തന്നെ വീണ്ടും ശക്തീകരിക്കട്ടെ. ഇനിയും പ്രിയ ജോർജ് സാമുവൽ അച്ചായൻ ചില വാക്കുകൾ പറയണമെന്ന് പറഞ്ഞ് സാക്ഷ്യമായിട്ട് തനിക്ക് ചില മിനിറ്റുകൾ എടുക്കാം. സ്തോത്രം. ദൈവത്തിന്റെ പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഓൺലൈനിൽ കൂടി ഈ ചാപ്പൽ മീറ്റിംഗിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് ദൈവമക്കൾക്കും ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഞാനൊരു വാക്ക് സാക്ഷ്യമായിട്ട് പറയാൻ ആഗ്രഹിച്ചത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ചാപ്പൽ മീറ്റിങ്ങിനും കൂടുതൽ ആളുകളോട് സാധിച്ചില്ല. എന്നാൽ ഈ അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസന് നന്ദി അറിയിക്കട്ടെ. എനിക്കും ഇപ്പോഴൊരു സാക്ഷ്യം നാം കേട്ടല്ലോ. ദൈവം അത്ഭുതവും അതിശയകരമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വിധങ്ങൾ ഇതിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെ മറ്റൊരു വിധത്തിൽ ദൈവത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ പറവാൻ കഴിയുമല്ലോ. എനിക്കും അത് അപ്രകാരം 2021 ഞാൻ 2 ഓർഗൻസ് സർവശക്തനായ ദൈവം നൽകി തന്ന 2 ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത്, അതിന് പ്രോബ്ലം ഉണ്ടായിട്ട് ലിവറും കിഡ്നിയും പ്രോബ്ലം ഉണ്ടായിട്ട് ഒരു സർജറിയിൽ കൂടി കംപ്ലീറ്റ് ലിവർ എടുത്ത് മാറ്റിയിട്ട് വേറൊരു വ്യക്തിയുടെ ലിവർ എന്നിൽ തുന്നിച്ചേർത്ത് വെച്ചു. അതുപോലെ തന്നെ കിഡ്നി അവര് സർജറി ടീം ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ 2 കിഡ്നി പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യാതെ ഇല്ലായക കൊണ്ട് അവരത് ദൈവം തന്ന ആ കിഡ്നി റിമൂവ് ചെയ്യണ്ട, എന്നാൽ ഡോണറുടെ കിഡ്നി ടേബിളിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് അവർ ആ സമയത്ത് തന്നെ ആ തിയേറ്ററിൽ വെച്ച് ഡോക്ടേഴ്സ് എല്ലാം കൂടെ ഡിസൈഡ് ചെയ്തിട്ട് ആ കിഡ്നി അത് വേറെ ആൾക്ക് മാച്ച് ചെയ്യത്തില്ല. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇതിലുള്ളവർക്ക് മെഡിക്കലി അറിയാം. ഒരാൾക്ക് മാച്ച് ചെയ്യുന്ന വേറൊരാൾക്ക് അത് സാധ്യമല്ലാത്തത് കൊണ്ട്, അത് ത്രോ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ആ ഡോക്ടേഴ്സ് ആ 3ാമത് ടേബിളിലിരിക്കുന്ന കിഡ്നിയും കൂടി എനിക്ക് നൽകി തന്നിട്ട്, അത് എൻ്റെ 2 കിഡ്നിയുടെ സർവശക്തനായ ദൈവം നൽകി തന്ന 2 കിഡ്നിയുടെ ഒരു സൈഡിലായിട്ട് ഈ 3ാമത്തെ കിഡ്നിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അവരത് സർജറി ചെയ്തു. പൂർണ്ണമായിട്ട് ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ ഈ 2 ഓർഗൻസും പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരുന്നു. ദൈവമക്കളെ, ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറവാൻ കഴിയുന്നത്, അത് ജീവന്റെ ഉടയവൻ വലിയവനായ ദൈവം. വൈദ്യശാസ്ത്രമുണ്ട്, മെഡിക്കൽ ശാസ്ത്രമുണ്ട്, എങ്കിലും അദൃശ്യനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചില്ല എങ്കിൽ ഇതൊന്നും സക്സസ് ആകത്തില്ല. മുമ്പേ ഒരു സഹോദരന്റെ സാക്ഷ്യം കേട്ടല്ലോ, അത് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. അത് നിശ്ചയമായിട്ട് ഈ ചാപ്പൽ സർവീസിൽ സംബന്ധിച്ചിരിക്കുന്ന ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ നിന്ന് പറവാൻ കഴിയുന്ന ഒരു വലിയ സത്യമാണ്, ഒരു അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണ്, സാക്ഷ്യമാണ്. അത് വിടുവിക്കുന്നത് ദൈവത്തിന്റെ കരം തന്നെയാണ്. വൈദ്യശാസ്ത്രമുണ്ട് നല്ലത്, നമ്മൾ ഡോക്ടേഴ്സിനെ ഒക്കെ കാണാം, എന്നാൽ അതിനപ്പുറത്തായിട്ട് അദർശനായ ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ അല്ല എങ്കിൽ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഒരു കിഡ്നി തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നെങ്കിൽ വളരെ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നെങ്കിൽ അത് അതിലും വളരെ സങ്കീർണമായ ഒരു ശാസ്ത്രക്രിയയാണല്ലോ. എങ്കിലും ഇതിനെ 2നെയും തരണം ചെയ്ത്, പ്രത്യേകിച്ച് 2021 കോവിഡിന്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലായിരുന്നു ഞാൻ.
ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും ഭവനത്തിൽ തിരിച്ചു വന്നപ്പോഴൊക്കെയും എത്രമാത്രം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അവയിൽ നിന്നൊക്കെയും വിടുവിച്ച് യാതൊരു അണുബാധയോ ഒന്നും സംബന്ധിക്കാതെ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ഡോക്ടർ എന്നെ ചെക്ക് ചെയ്യുന്ന ഡോക്ടർ ആ ലിവർ കംപ്ലീറ്റ്ലി സിറോസിസ് ആയിരുന്നു. കംപ്ലീറ്റ്ലി അത് റോട്ടനായിട്ട് ദിവസങ്ങൾ അദ്ദേഹം മെഡിക്കലി തൻ്റെ അറിവും കഴിവും അനുസരിച്ച് പറഞ്ഞു, ജോർജ് യു ആർ നോട്ട് ഗോയിങ് ടു കംപ്ലീറ്റ് അനദർ മന്ത് എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞ ദിവസത്തിൽ ഞാൻ ഭവനത്തിൽ വന്ന് എൻ്റെ ഭാര്യയോടും എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇനിയും ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. പ്രിയമുള്ളവരെ, എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണല്ലോ. എനിക്ക് ഇനി ഇത് ആദ്യമായിട്ട് ഇത് കൂടുതൽ സഹിക്കാൻ പാടില്ല. അതുകൊണ്ട് സർവീസത്തിനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ലിവർ അന്ന് അവൈലബിൾ ആയിട്ടില്ലായിരുന്നു, മാച്ച് ചെയ്യണമായിരുന്നു. എന്നാൽ ഇത് സംഭവം ഉണ്ടായതിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ, ഇതേ ഡോക്ടർ പ്രസ്താവിച്ച ഡോക്ടർ, എനിക്ക് 30 ദിവസത്തിൽ കൂടുതൽ ജീവിതം ഇല്ല എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ വിളിച്ചു പറഞ്ഞു, ജോർജ് വി ഗോട്ട് എ ലിവർ, കം ഓൺ വിത്തിൻ 2 hours എന്ന് അദ്ദേഹം പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നു. അത് ഏറ്റവും അനുഗ്രഹകരമായി നടന്നു. ഇതിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് എൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അഗാപ്പെ ചർച്ചിലെ കർത്താവിന്റെ വിലയേറിയ ദാസന് ഷാജിക്ക് ഡാനിയൽ അവറുകളെ ശുശ്രൂഷിക്കുന്ന ചർച്ചിലെ ഒരു മെമ്പറാണ്. കഴിഞ്ഞ 10-12 വർഷക്കാലം ഞാൻ അവിടെ ആരാധിക്കുന്നു. ഒരു കാര്യം തീർത്ത് പറയാം, പ്രാർത്ഥനയുള്ള ഇടങ്ങളിൽ എവിടെയായിരുന്നാലും ദൈവം പ്രവർത്തിക്കും. ഞങ്ങൾക്കൊരു ഡെയിലി പ്രയർ ഉണ്ട്. നിങ്ങളെയൊക്കെ ഓർത്ത്, നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ ഇപ്പം കാണുന്നു. അത് മറന്നും പോകാം ഒരു പക്ഷെങ്കിൽ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂവണ്ണത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കർത്താവേ, ഇന്ത്യയിലുള്ളവരുടെ മേൽ അനുഗ്രഹിച്ചൊറിയണമേ, ലാലിപ്പാസനെ സഹായിക്കണമേ, ഇന്ന ആളിനെ സഹായിക്കണമേ. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എങ്കിലും സ്വർഗത്തിലെ വലിയ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പ്രതിഫലം തരുവാൻ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു വലിയവനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിങ്ങളുടെ ആ ഡെയിലി പ്രയറിൽ നിങ്ങളെയൊക്കെ ഓർക്കുകയും ഈ അഗാപ്പെ ഓൺലൈനില് ഈ പ്രാർത്ഥനയെ എന്നും ഈ ഓൺലൈൻ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ, ഇതിൽ സംബന്ധിക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഡെയിലി പ്രയർ ഒരു പവർ ഹൗസ് ആയിട്ട് കർത്താവദാസൻ ഷാജിക്ക് ഡാനിയൽ അവർ പ്രത്യേകം തന്റെ ദർശനപ്രകാരം 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളാണെങ്കിലും ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു ചാപ്പലില് ഒരു ഓഡിറ്റോറിയത്തില് ഒറ്റ വ്യക്തിയാണെങ്കിലും അത് തുടരാതെ ആ ദീപം കത്തിക്കൊണ്ടിരിക്കുന്നു. അത് തുടർന്ന് ഞങ്ങൾ ആ പ്രാർത്ഥന തുടരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കണമേ. കാരണം ഈ ലോകത്തില് സുവിശേഷത്തിന് വേണ്ടി പോരാടുമ്പോൾ പോരാട്ടങ്ങൾ ഏറിയതായിരിക്കുമല്ലോ. അതിനെ നമുക്ക് അതിജീവിച്ച് കർത്താവിന്റെ നാമം എല്ലാ വിധത്തിലും മഹത്വപ്പെടുവാൻ നമുക്ക് ഒരുക്കത്തോടായിരിക്കാം. എൻ്റെ ഈ എളിയ സാക്ഷ്യം ഒടുവിലായിട്ട് ഒരു വാക്യം കൂടെ 66-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, എന്റെ പ്രാർത്ഥനാ ശബ്ദം തള്ളിക്കളയാത്ത ദൈവം ജീവിക്കുന്നു. സകല ഭക്തന്മാരുമായുള്ളവരെ, ഈ ഓൺലൈനില് ഈ ചാപ്പൽ സർവീസിൽ സംബന്ധിക്കുന്ന സകല ഭക്തന്മാരുമായുള്ളവരെ, എളിയ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ നിന്ന് പറയുന്ന ഈ സാക്ഷ്യം, അതെ, നമ്മുടെ ഹൃദയത്തിൽ പരമാർത്ഥ ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവം ജീവിക്കുന്ന വലിയ സാക്ഷ്യത്തോടെ നിങ്ങളുടെ ബന്ധത്തിൽ പ്രസ്താവിക്കാൻ ദൈവം നൽകുന്ന അവസരത്തിനായി സ്തോത്രം. അന്യോന്യം നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. നിലനിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും നിലനിൽക്കില്ല. ഇവിടെയായാലും എവിടെയായാലും, സൂര്യന്റെ കീഴിൽ എവിടെയായിരുന്നാലും നിലനിൽക്കുന്ന ഒന്ന് മാത്രം. നിത്യ പ്രത്യാശയോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നിത്യതയൊക്കെയായി നാം ഒരുങ്ങാം. നമ്മെ ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നൽകി തന്ന സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവിന്റെ ദാസനും ഈ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്ന വാക്കുകളെ സമാപിക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ അച്ചായനെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, വീണ്ടും ശക്തമായി നിലനിർത്തുവാൻ കർത്താവ് തന്നെ സഹായിക്കേണ്ടതിനായി എല്ലാവർക്കും ഒന്ന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞൊരിക്കലും മ്യൂട്ട് ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ടല്ലോ, ഇതുപോലെ പ്രാർത്ഥന ഒത്തിരി നമ്മുടെ പിൻബലമുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ഒരു ബലവും സന്തോഷവും. പ്രത്യേകാൽ പ്രിയ അച്ചായൻ പറഞ്ഞത് ഒട്ടും അതിശയോക്തിയല്ല. അമേരിക്കയിൽ അഗാപ്പെ ചർച്ചിൽ ഒരു പ്രെയർ ലൈൻ ഉണ്ട്. നമ്മുടെ പാസ്റ്ററുടെ ഫാദറിലോ ചെറിയാൻ പാസ്റ്ററാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ ദൈവദാസന്മാരൊക്കെ നമ്മളെ എല്ലാം ഓർത്ത് വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ട്. അത് വളരെ സന്തോഷമാണ്. പ്രിയ ജോർജ് സാമുവേൽ അച്ചായൻ ആ ചർച്ചിലെ ഒരു മെയിൻ അംഗമാണ്. കൂടാതെ നമ്മുടെ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേൾഡ് മിഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന
ജെഫ്രി ജേക്കബ് പാസ്റ്ററിന്റെ ഫാദർ ലോ ആണ് താൻ. ദൈവം തന്നെ ശക്തമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, നമ്മളെ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ സഹായിക്കുന്ന, പോരാടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ പ്രത്യേകത, നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും നമ്മൾ സുപരിചിതരാണ്. കാരണം ഇവർ ഡെയിലി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാം. ദൈവം ആ പ്രവർത്തനങ്ങളെ മാനിക്കട്ടെ, സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും കർത്താവിന്റെ പാസ്റ്റർ ഷാജിക്കരായി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ആരെങ്കിലും ഇനി പാട്ട് പാടുവാനോ കഴിവുള്ളവർ, ഒത്തിരി പാട്ടുകാരൊക്കെ ഉണ്ട്, അധികം നീട്ടരുത്. നിങ്ങളെല്ലാം പരിജ്ഞാനത്തോടെ ചെയ്യണം. പാട്ടുപാടി ചെറിയ രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എല്ലാം സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും ചെയ്യണം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പേര് ബിജി ഹെലൻ ഫിലിപ്പ്. അടൂര് താമസിക്കുന്നു. ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. കർത്തൃവേലയിലായിരിക്കുന്നു. ഒരു പാട്ടിന്റെ ചില വരികൾ മാത്രം പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുത്തിനാൽ നിർമ്മിതം ചെയ്തതാം പട്ടണം 1000 സൂര്യനേക്കാൾ ശോഭിതം. മുത്തിനാൽ നിർമ്മിതം ചെയ്തതാം പട്ടണം 1000 സൂര്യനേക്കാൾ ശോഭിതം. നീതിൻ സൂര്യൻ കുഞ്ഞാനാം ക്രിസ്തുവും വാണിടുമേ ഭാഗ്യകനാൻ. നീതിൻ സൂര്യൻ കുഞ്ഞാനാം ക്രിസ്തുവും വാണിടുമേ ഭാഗ്യകനാൻ. എത്തിയിടുമേ ഭാഗ്യദേശേ. പുത്തനെറുശലേം പട്ടണമേ നിന്നിൽ എത്തിടും കാലമിത ആസന്നമായി. പുത്തനെറുശലേം പട്ടണമേ നിന്നിൽ എത്തിടും കാലമിത ആസന്നമായി. ആ ഭാഗ്യനാട്ടിൽ പ്രിയനോടൊത്തു ഞാൻ എണ്ണമില്ലായുഗം വാണിടുമേ. എൻ പ്രിയനോടൊത്തു വാണിടുമേ. പുത്തനെറുശലേം പട്ടണമേ നിന്നിൽ എത്തിടും കാലമിത ആസന്നമായി. പുത്തനെറുശലേം പട്ടണമേ നിന്നിൽ എത്തിടും കാലമിത ആസന്നമായി. കർത്താവ് എല്ലാവരും ധാരാളമായി. പ്രൈസ് ലോർഡ്. പ്രത്യേക കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ രാജു പി ജോയ്, അദ്ദേഹം ഒത്തിരി പേരെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി എനിക്ക് ഇന്നലെ ഒരു പുതിയ കുടുംബത്തെ ഞങ്ങളുടെ അഗാപ്പെ ഖത്തർ സഭയ്ക്ക് ദാനമായിട്ട് താൻ മുഖാന്തരം തരുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ഇതിൻ്റെയൊക്കെ അർത്ഥം ഞങ്ങളുടെയൊക്കെ ലോക്കൽ സഭകൾ വളർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതിൻ്റെ ശാഖകളായിട്ടാണ് ഞങ്ങൾ ബൈബിൾ കോളേജും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തെ താൻ എനിക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തുകയും ഞാൻ ആ കുടുംബത്തെ ക്ഷണിക്കുകയും അവര് അമ്മയും മകനും ഒക്കെ ഞങ്ങളുടെ ചർച്ചിൽ ഇന്നലെ വന്നു. എന്നിട്ട് വന്നിട്ട് എനിക്ക് ഇന്ന് വോയിസ് വിട്ടു, ഞാൻ ഇനി അവിടെ തന്നെ തുടർന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു, തുടർന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. ഇനിയും നമ്മുടെ ചർച്ച ആരാണ് ഇനിയും അനുഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക? പുതുതായിട്ട് ഒത്തിരി പേരുണ്ട്. ഇപ്രാവശ്യം നമുക്ക് വളരെ സന്തോഷമുണ്ട്. സാധാരണ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെമിസ്റ്ററിലൊക്കെ 10 പേരോ 15 പേര് കൂടുതലൊന്നും വീഡിയോ ഓൺ ആക്കത്തില്ലായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 75% ആൾക്കാരും ക്ലാസ്സുകളിൽ വീഡിയോ ഒക്കെ ഓൺ ആക്കി വളരെ ആത്മാർത്ഥതയോടെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ചേരുന്ന ഒത്തിരി പേരുണ്ട്. അവരെ എല്ലാം ഓർത്ത് ഞങ്ങൾക്ക് അതൊക്കെ സന്തോഷം. നിങ്ങൾ കാരണം ഈ മറവിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാജൻ പാറക്കടയിൽ എപ്പോഴും പറയുന്ന പോലെ ഈ ഗ്രാജുവേഷനൊക്കെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സാറേ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണത്തില്ല. കാരണം നിങ്ങൾ ഈ മറയത്തിരുന്ന് പഠിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് പേരൊന്നും പറയുമ്പോൾ മനസ്സിലാകത്തില്ല. കർത്താവ് സഹായിക്കട്ടെ.
ഇനി ആരാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ? നമ്മുടെ ക്ലാസ് കൊണ്ടുള്ള പ്രയോജനം നിങ്ങളെ എത്രത്തോളം ഇത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഒരു അനുഗ്രഹമാണ് എന്ന് കേൾക്കുന്നത് സന്തോഷമാണ്. ആരെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലാതെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് പറയുവാനുള്ള സമയമുണ്ട്. ഹലോ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാട്ടെ. ഞങ്ങൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതില് ഹെറോൾഡ് ഫെർണാണ്ടിസ് അറിയായിരിക്കും, എപ്പോഴും പ്രയർ ഒക്കെ ചെയ്യുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതില് ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും വീഡിയോ ഓണാക്കിയിരിക്കാൻ സാധിക്കില്ല, കാരണം കൊച്ചുമോനും ഉണ്ട്. എന്നാലും ഇരുന്നില്ലേലും യൂട്യൂബിൽ നിന്നും എല്ലാം എഴുതിയെടുക്കുവാനും പഠിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ബോംബെയിലായിരുന്നപ്പം ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നെങ്കിലും ബൈബിൾ സ്റ്റഡിക്കോ ബൈബിൾ കോളേജിലോ പോകാൻ പലപ്പോഴും അവസരം ഒത്തില്ലായിരുന്നു. പക്ഷെ കാനഡയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാ മക്കളുടെ അടുത്ത് പോയിട്ട് ബോറാകുന്നില്ലേ? പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ സമയം തികയുന്നില്ല. ബൈബിൾ സ്റ്റഡി ആയിട്ടും പിന്നെ ഓൺലൈൻ പ്രയറിനും ഹസ്ബൻഡ് മിക്കതിലും ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സമയം നന്നായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ സ്റ്റഡി കുറേ പഠിക്കുവാനും അറിയുവാനൊക്കെ സാധിച്ചു, എഴുതിയെടുക്കുവാനും ഒക്കെ സാധിച്ചു. ഇനിയുള്ള ഇതിനും ഞങ്ങൾക്ക് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിലെല്ലാം ഓർക്കുക. അതുപോലെ രോഗത്തിൽ നിന്നും ഒക്കെ പലപ്പോഴും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹവും കൃപയുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കത്തോലിക്ക കുടുംബത്തിലാണ്. അവരെല്ലാവരും അതിൽ നല്ല ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു വെറുപ്പുണ്ട് ഞങ്ങളോട്, എന്നാലും സഹോദരങ്ങളായിട്ടുള്ള ആ ബന്ധത്തിൽ ഞങ്ങൾ ഒന്നിച്ചു പോകുന്നു. പക്ഷെ വിശ്വാസത്തിൽ വന്നതിൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര എതിർപ്പാണ്. എന്നാലും ഞങ്ങൾക്ക് ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ഇപ്പം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. കുറേ രോഗങ്ങൾ, ഹസ്ബൻഡിനായാലും ഗ്ലൂക്കോമയുടെ ഒക്കെ അസുഖങ്ങൾ വന്ന് കണ്ണിന് കാഴ്ചവെങ്കിലും ഇപ്പം കുറച്ച് ഉള്ളത് ബൈബിൾ റീഡ് ചെയ്യാനും ബാക്കി സ്വന്തമായി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനി മുമ്പോട്ടും അതങ്ങനെ നിൽക്കട്ടെ. എനിക്കും ഇപ്പോഴും പല ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്, എന്നാലും പ്രാർത്ഥനയിലൊക്കെ ദൈവം വിടുതൽ തരുന്നുണ്ട്. അങ്ങനെയെല്ലാം ഞങ്ങളെ നടത്തുന്നു. സന്തോഷകരമായി മോൻ്റെ കൂടെ ആയിരിക്കുന്നു. സെപ്റ്റംബർ വരെയാണ് ഞങ്ങൾക്ക് വിസ ഉള്ളത്. അത് കഴിഞ്ഞാൽ ബോംബെക്ക് പോയിട്ട് പിന്നെയും തിരിച്ച് സൂപ്പർ വിസ എടുത്തിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. മോളും കുടുംബം കുന്നൂറാണ്. അവരെയൊക്കെ ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. പക്ഷെ എനിക്ക് ഈയിടെയായിട്ട് ചെവിക്കൊരു ഒരു എരമ്പൽ മാതിരി ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പം ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ട്. എന്നാലും ദൈവം എല്ലാ കാര്യങ്ങളിലും നടത്തുന്നു. പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുവാനും അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ സമയം ഒരുക്കി തന്ന ലാലു പാസ്റ്ററിനും ഷാജി പാസ്റ്ററിനും നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം സിസ്റ്റർ ജെസി, ദൈവം അനുഗ്രഹിക്കട്ടെ. മോൻ വിശ്വാസത്തിലാണോ? അവിടെയുള്ള മോൻ വിശ്വാസത്തിലാണോ? അതെ അതെ, മോനും മോളൊക്കെ സ്നാനപ്പെട്ടതാ. മോൻ വിശ്വാസ ആരാധനയ്ക്കൊക്കെ വരുന്നു. ഞങ്ങൾ ദൈവം സഹായിക്കട്ടെ. വളരെ ആത്മാർത്ഥതയോടെ, ഞാൻ ഒരു അതിശയോക്തിയും പറയല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ബൈബിൾ പഠിക്കുന്നതൊക്കെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുകയും അനേകരെ ഈ ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എപ്പോഴും അച്ചായനാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മളോട് വളരെ ആത്മാർത്ഥതയോടെ സഹകരിക്കുന്ന ആ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. തുടർന്നും അവർ വിസയൊക്കെ കിട്ടി മക്കളെയൊക്കെ ദൈവം മാനിക്കട്ടെ. ഇവിടെ രോഗങ്ങൾക്കൊക്കെ ദൈവം വിടുതൽ കൊടുക്കട്ടെ. ഇന്നലെയും ഒരാളെ പുതുതായിട്ട് ജോയിൻ ചെയ്യിക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. ഇന്നലെയും ഒരാളെ ജോയിൻ ചെയ്യിച്ചു. ആ പ്രിയ അച്ചായനെ ദൈവം സഹായിക്കട്ടെ. ഇനി ആരാണ്? പ്രിയ ജിജി എന്തെങ്കിലും പറയുന്നോ? ഞങ്ങളുടെ വാഴൂർ സ്വദേശി ജിജി ജോയിൻ ചെയ്യുന്നുണ്ട്. പറയുന്നോ എന്തെങ്കിലും ഒരു വാക്ക്? പരിചയപ്പെടുത്തുന്നോ? ഓക്കെ. പ്രിയ ഞങ്ങളുടെ എലിസബത്ത് ആന്റി പറഞ്ഞാട്ടെ. ഈ ബൈബിൾ കോളേജിൽ വന്ന് പഠിക്കുവാൻ ദൈവം എനിക്ക് അവകാശം തന്നതിനായി സ്തോത്രം. ഞാനൊരു കാര്യം എന്റെ ദൈവമക്കളോട് ലാലു പാസ്റ്ററിനോടും ഒക്കെ പറയാണ്, അമ്മയ്ക്കും മോനും കൂടെ ഒരു ബൈബിൾ കോളേജിൽ ഇരുന്ന് പഠിക്കുവാൻ തന്ന ആ സാവകാശത്തിന് ഞാൻ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എന്റെ ദൈവം ഈ പ്രായത്തിൽ എന്നെ ഇത് വചനം പഠിക്കുവാനായി എന്നെ ഒരുക്കിയെടുത്ത് ഇവിടെ കൊണ്ടിരുത്തിയതിന് ഞാൻ സ്തോത്രം പറയുവാണ്, ഞാൻ നന്ദി പറയുവാണ്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തെ നേരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചി വളരെ ഷോർട്ടായിട്ട് വളരെ പക്വതയോടെ പരിജ്ഞാനത്തോടെ സാക്ഷി പറഞ്ഞല്ലോ. ദൈവം അമ്മച്ചി ഓർത്ത് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഗ്രാജുവേഷന് താൻ കടന്നു വന്നിരുന്നു. തൻ്റെ മകൻ പ്രിൻസ്, ആ കുടുംബം ദോഹയിലാണ്. പലപ്പോഴും നമ്മുടെ സഭയിലൊക്കെ കടന്നു വരികയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്.
അവർ വളരെ ആത്മാർത്ഥതയോടെ അവർ ജോയിൻ ചെയ്യുന്നു. പ്രിൻസിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുവാൻ വേണ്ടിയാണ് അമ്മ വന്നത്. പക്ഷേ അന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് അത് തയ്യാറായില്ലായിരുന്നു. എങ്കിലും അമ്മ മാതാവ് നമ്മോടൊപ്പം ഗ്രാജുവേഷനൊക്കെ പങ്കെടുക്കുവാനിടയായിട്ടിരുന്നു. ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ സൂം തുറക്കുന്നതിന് മുമ്പ് ഓമന വർഗീസ് ആൻറ്റി ഇതിനകത്ത് പ്രസന്റ് ആയിരിക്കും. അത്ര വളരെ താല്പര്യത്തോടെ ഏറ്റവും ആദ്യം സൂം തുറക്കുന്നതിന് മുമ്പ് തന്നെ സൂമിൽ എൻ്റർ ചെയ്യുന്ന പ്രിയ മാതാവിൻ്റെ ആ ഉത്സാഹം, ആ ദൈവത്തോടുള്ള വാഞ്ച, ദൈവം അനുഗ്രഹിക്കട്ടെ. താൻ പറഞ്ഞതുപോലെ തൻ്റെ മകനും പ്രിൻസും ഇതിനകത്തുണ്ടല്ലോ. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞതുപോലെ ഇതാണ് ഇതിന്റെ പ്രത്യേകത. അനേകർക്ക് വീട്ടിലിരുന്നു കൊണ്ട് പ്രായവ്യത്യാസം തന്നെ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൂടുതലും എബോവ് 70, 60-കാരുമാണ്. ഇങ്ങനെയൊക്കെ ബൈബിള് പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല താല്പര്യത്തിനായി സ്തോത്രം. ഇനി ആരാണ് തങ്ങളെ പരിചയപ്പെടുത്തുവാനുള്ളവർ? ദയവായിട്ട് വാക്ക് പറഞ്ഞാട്ടെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ടു കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ടു കാവലായി. ഉള്ളം കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കൊട്ടും ഭയമേയില്ല. ഉള്ളം കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കൊട്ടും ഭയമേയില്ല. നീ ഭയപ്പെടേണ്ട, ഞാൻ എൻ്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കാം, സഹായിക്കാം എന്ന് അരുളി ചെയ്ത സ്നേഹസ്വരൂപനായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അമ്മ ഓമനിക്കുന്ന പോലെ, അപ്പൻ താലോലിക്കുന്ന പോലെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ തനിയായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ 3 വർഷമായി കർത്താവിന്റെ അടുക്കലേക്ക് കടന്നുപോയി. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും വെളി രാജ്യങ്ങളിലായിരിക്കുന്നു. എന്നാൽ ഒറ്റയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം ആ ഉള്ളം കരത്തിൽ വഹിച്ച് എന്നെ നടത്തുന്ന സ്നേഹസ്വരൂപനായ എൻ്റെ കർത്താവിന് ഞാൻ നന്ദി കരയേറ്റുന്നു. അത് എവിടെ നിന്ന് പഠിക്കുവാൻ തക്കോണം, വചനം പഠിക്കുവാൻ തക്കോണം കർത്താവ് അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ബഹറിലായിരുന്നപ്പോൾ CTH പഠിച്ചതാണ്. എന്നാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ വചനം പഠിക്കുവാൻ തക്കോണം കർത്താവ് എനിക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി കർത്താവ് എനിക്ക് ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ പേര് സാലി ജേക്കബ് എന്നാണ്. ദൈവനാമത്തിനെ നേടി സമ്പൂർണ്ണമായി കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. എവിടെ സ്ഥലം? എവിടുന്നാ സിസ്റ്റർ ജോയിൻ ചെയ്യുന്നത്? ഞാൻ എരുമേലി. ഓ, നമ്മൾ സംസാരിച്ചായിരുന്നല്ലേ? ഓക്കെ. ആ പ്രിയ സിസ്റ്ററും പലരെയും ജോയിൻ ചെയ്യിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ആരാണ്? പ്രൈസ് ദി ലോർഡ്. നന്നായി പാടുവാൻ ഇടയായി തീർന്നു. ദൈവം സഹായിക്കട്ടെ. പ്രിയ ജെസ്സി സിസ്റ്റർ എന്തോ പറയാൻ വരുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഗ്രാജുവേഷന് വേണ്ടി കുടുംബമായിട്ട് അതിരാവിലെ നമ്മുടെ കോളേജിൽ വന്ന പ്രിയ കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ദൂരെ യാത്ര ചെയ്ത് അതിരാവിലെ എനിക്ക് തോന്നുന്നു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ വന്നു. ദൈവം സഹായിക്കട്ടെ. ആ പ്രിയ സിസ്റ്റർ ചില വാക്കുകൾ പറഞ്ഞാട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 1 വർഷക്കാലം CTH കോഴ്സ് പഠിക്കുവാൻ ദൈവം അവസരം നൽകി തന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവചനം പഠിക്കുവാൻ, ദൈവദാസന്മാരുടെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അതിനേക്കാൾ ഉപരിയായി ഗ്രാജുവേഷൻ സർവീസിന് കടന്നു പോകുവാൻ വളരെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ അറ്റൻഡ് ചെയ്യുവാൻ സഹായിച്ചു. ലാലു പാസ്റ്റർ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. പാസ്റ്റർ പറഞ്ഞ പോലെ 5 മണിക്ക് അവിടെ ചെന്ന് പാസ്റ്റർക്ക് കോള് ചെയ്യുവാനും അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് ആ ഗ്രാജുവേഷൻ സർവീസ് വളരെ അനുഗ്രഹമായിരുന്നു ജീവിതത്തില്. എന്റെ ഹസ്ബൻഡും എന്റെ കൂടെ കടന്നു വന്നു, എന്റെ മോനും വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവദാസന്മാരുടെ ആ ഗ്രാജുവേഷൻ സർവീസിൽ അറ്റൻഡ് ചെയ്യുവാൻ സർവകൃപാലുവായ ദൈവം അനുഗ്രഹം പകർന്നു തന്നു. ഇവിടെ പഠിക്കുന്നത് ഈ വർഷം പുതിയതായിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു വാക്ക് പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ വചനം നമുക്ക് പഠിക്കുവാനും നമുക്ക് സപ്പോർട്ട് ചെയ്യുവാനും നമ്മുടെ കൂടെ ദൈവദാസന്മാരുണ്ട്. നമ്മൾ സമയങ്ങൾ വേർതിരിച്ച് ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെതാകുന്ന വൻ കാര്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം സഹായിക്കും. എനിക്ക് അവസരം ഒരുക്കി തന്ന ലാലു പാസ്റ്ററോടും ഷാജി പാസ്റ്ററോടും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. പ്രിയ ജെസ്സി സിസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ദൂരയിൽ നിന്നൊക്കെ കടന്നു വരുവാൻ ഇടയായി തീർന്നല്ലോ. ദൈവം സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും അവരെ പരിചയപ്പെടുത്താനുള്ള സമയമുണ്ട്? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ഡാലസിൽ നിന്ന് ജേക്കാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ ഡാലസിലെ അഗാപ്പെ ചർച്ചിലാണ് കൂടുന്നത്. ഈ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവുന്നു. ഈ ക്ലാസ് വളരെ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഡീപ്പായിട്ട് ബുക്ക് ഓഫ് റെവലേഷനെ കുറിച്ചാണെങ്കിലും ഒത്തിരി കാര്യങ്ങളെ കുറിച്ചൊക്കെ ആണെങ്കിലും ഡീപ്പായിട്ട് പഠിക്കാൻ ദൈവം സർവകൃപാലുവായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് കുടുംബമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ ഫാദർ ഇങ്ങനെ സിക്കായിട്ടിരിക്കുന്നു. പുള്ളിക്കാരൻ്റെ വിഷയം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചിരുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക പ്രിയ ജയിക്കിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. താനും നമ്മുടെ ഷാജി പാസ്റ്റർ ചർച്ചിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. തൻ്റെ ഭവനത്തിൽ ഒരു നാട്ടില് കറുകച്ചാലില് നമ്മുടെ അഗാപ്പയുടെ ഒരു ചർച്ച് നടത്തപ്പെടുന്നുണ്ട്. അതുപോലൊക്കെ സുവിശേഷ വേലയിൽ തൻ്റെ ഗ്രാൻഡ് ഫാദർ തൊട്ട് സുവിശേഷ വേലയിൽ വളരെ വ്യാപൃതനായിരുന്ന ഒരു കുടുംബമാണ്. ദൈവം പ്രത്യേക ദൈവവചനം പഠിക്കുവാൻ ആ യുവാവ് കാണിക്കുന്ന നല്ല സന്മനസ്സിനായി സ്തോത്രം. ദൈവം തന്നെ ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ. ഇനിയും ആരെങ്കിലും? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജൈനി തങ്കച്ചൻ. വീട് കൊർത്തയാട്ടാണ്. മുമ്പേ കാല് ഓപ്പറേഷൻ ചെയ്തതാണ് ജോളി സിസ്റ്റർ. അത് എലിയാമ്മയുടെ കൂടെ അവിടെ ഗ്രാജുവേഷൻ അഗാപ്പയിൽ ഞാൻ വന്നിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷമായി. അവിടെ വെച്ച് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, ഇനി അടുത്ത് ജൂണിൽ തുടങ്ങുമ്പോൾ ചേരണമെന്ന്. അപ്പോൾ അങ്ങനെ ജോളി സിസ്റ്റർ എനിക്ക് ലിങ്ക് തന്നു. അവിടെ എന്നെ പാസ്റ്റർ വിളിച്ചു. എൻ്റെ കൂടെ കുടശനാട്ടുള്ള ലീലാമസോരും രാജു ബ്രദറും രാജുബ്രദറിന്റെ സഹോദരൻ പാസ്റ്ററാണ്. അപ്പൊ എനിക്കും ബുക്ക് ചെയ്തു. ഞങ്ങൾ അങ്ങനെ വിളിച്ചു അവിടെ ബുക്ക് ചെയ്തു. ഞാൻ ഇപ്പം വിധവയാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 9 വർഷമായി ഡയാലിസ് ആയിരുന്നു. 2 മക്കൾ, ഒരു മോനും മോളും. ഒരാൾ ദുബൈയിലും ഒരാള് കുവൈറ്റിലും. ഇവിടെ ഞാനും എൻ്റെ കർത്താവും മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കൊക്കെ പോവും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്. എന്നാൽ ബൈബിൾ ക്ലാസ് പഠിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ട് ഓൺലൈൻ മീറ്റിംഗിലെല്ലാം സംബന്ധിക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെ എനിക്കൊരു അവസരം ഈ അഗാപ്പെ ചർച്ചിലൂടെ ദൈവം എനിക്ക് ഒരുക്കി തന്നതിനായിട്ട് എല്ലാ പാസ്റ്റർമാരോടും നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് തൈറോയിഡിന്റെ തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. പാടുമ്പോഴൊക്കെ സൗണ്ട് മാറും. പിന്നെ അസിഡിറ്റി പ്രശ്നം, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ദൈവമക്കള് പാസ്റ്റർമാരും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രിയ ആന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ജേക്കബ് അച്ചായൻ വാക്ക് പറയുന്നോ? സ്തോത്രം. ഡാളസിൽ നിന്ന് നമ്മുടെ ജെഫ്രി പാസ്റ്ററുടെ പിതാവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മളോടൊപ്പം വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനം പഠിച്ച ദൈവദാസനാണ്. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട നല്ല ചാപ്പൽ സർവീസിൽ ഒന്ന് പങ്കെടുപ്പാനും ദൈവമായ കർത്താവ് സഹായിച്ച സ്തോത്രം. ഞങ്ങള് ദീർഘവർഷങ്ങളായിട്ട് 47 വർഷം ബോംബെയിൽ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 3 വർഷമായിട്ട് അമേരിക്കയിലെ ഡാലസിലായിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളോടൊന്നിച്ചായിരിക്കുന്നു. അതേ പ്രിയ ഹെറോൾഡ് ബ്രദറിന്റെ മിസ്സസ് പറഞ്ഞതുപോലെ അനേകർക്ക് സംശയമാണ് ഈ അമേരിക്കയിൽ വന്നാൽ എന്താണ് ഇവിടെ ടൈം പാസ് എന്ന്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കുറിച്ച് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരം അത് ഞങ്ങൾക്ക് ലഭിച്ച സാവകാശം വെച്ചാൽ വളരെ അനുഗ്രഹമാണ്. കാരണം ഞങ്ങൾക്കിവിടെ എന്നും ഡെയിലി പ്രെയർ ഉണ്ട് ചർച്ചിൽ. മൺഡേ ടു ഫ്രൈഡേ 5:30 to 7. അതിൽ ഞങ്ങൾക്ക് എന്നും ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എന്നും കടന്നു പോകാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേക വിടുതലുകൾ കാണുവാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതൊരു വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിപ്പാൻ ദൈവമായ കർത്താവ് കൃപ തന്നു. പലപ്പോഴും ദൈവം ഞങ്ങളുടെ ആഗ്രഹം, എനിക്കിപ്പോൾ 70 വയസ്സിൽ കൂടുതലായി, എന്നാലും ഈ രാജ്യത്ത് കടന്നു വന്ന് ആദ്യമായി എൻ്റെ മകൻ എനിക്ക് വേണ്ടി ചെയ്തത് ഈ രാജ്യത്തിൽ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിപ്പാനാണ്. നേരത്തെ ബോംബെ വണ്ടി ഓടിക്കുമായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോഴത്തെ എന്തെങ്കിലും ആദ്യത്തെ പ്രശ്നത്തിലെ പാസ്സാകുവാനും അന്ന് മുതൽ ഡ്രൈവ് ചെയ്യാനും ഒക്കെ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എവിടെയും മീറ്റിങ്ങുകൾക്കൊക്കെ സ്വന്തമായിട്ട് കടന്നു പോകാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അത് വലിയ അനുഗ്രഹമായി തീർന്നത് കൊണ്ടാണ് എവിടെയും ചർച്ചിലൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എപ്പോഴും പോകാൻ കഴിയുന്നത്. ഞങ്ങളിവിടെ കുഞ്ഞുകൂടെ ആയിരിക്കുന്നു. ആത്മീയ സന്തോഷം പ്രാപിക്കുന്നു.
ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പറഞ്ഞാൽ ഞങ്ങളുടെ നെയ്ബേഴ്സിനോടെല്ലാം ഞങ്ങൾ സുവിശേഷം പറയുക എന്നുള്ളതാണ്. ഞങ്ങളെ ഈ സറൗണ്ടിലുള്ള 10-40 കുടുംബങ്ങളുണ്ട്. അതെല്ലാം മറ്റ് രാജ്യക്കാരാണെങ്കിലും 5-8 മലയാളി കുടുംബങ്ങളുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ ആരാണെന്നുള്ളത് ബോധ്യപ്പെടുകയും ഇന്ന് രാവിലെ നടന്നിട്ടൊക്കെ വന്നിട്ടാണ് ഇരിക്കുന്നത്. എന്നപ്പോൾ തന്നെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഒരാളെ ഞാൻ ക്ഷണിക്കുകയും വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. നമ്മൾ കാണുന്നവരോടൊക്കെയും കർത്താവ് നല്ല സുവിശേഷം പറയുക. ഞങ്ങൾ ബോംബെയിലായിരുന്നപ്പോഴും ഞങ്ങളുടെ സറൗണ്ടിലൊക്കെ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം കൊടുപ്പാൻ അനേകരെ കർത്താവിനെ നടത്തുവാൻ കൊണ്ടിടയായിട്ടുണ്ട്. അതും വലിയ നാമത്തിന് മഹത്വത്തിനായി തീരാൻ സഹായിക്കണം. സമയക്കുറവാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരിക്കൽ സാവകാശം ഒരുക്കി കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക നമ്മുടെ ജെഫ്രി പാസ്റ്ററുടെ പിതാവാണ്. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഗ്രാജുവേഷന് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനം പഠിക്കുന്ന കർത്താവിന്റെ ദാസൻ നമ്മുടെ ഷാജി പാസ്റ്റർ ചർച്ചിലെ വളരെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. ആ കുടുംബത്തിൽ പോയി അവരുടെ സ്നേഹ സൽക്കാരങ്ങളൊക്കെ പങ്കെടുക്കുവാൻ ദൈവം എനിക്കും സഹായിച്ചിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവിന്റെ ദാസന് മെസ്സേജിനുള്ള സമയമാണ്. ആരെങ്കിലും ഇനി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമോ അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാനോ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ. ദൈവനാമത്തിന് സ്തോത്രം. എന്റെ രാജൻ, ഞാൻ റാന്നി സ്വദേശിനിയാണ്. പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്. ഞാൻ ഗ്രാജുവേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് പ്രിൻസ് ബദറിന്റെ മാതാവ് ഓമന വർഗീസ് എന്ന ആന്റി മുഖേനയാണ്. എനിക്ക് 3 മക്കളാണ്. ഹസ്ബൻഡ് ദുബായിലാണ്. പഠിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ആന്റിയെ ദൈവം സഹായിക്കട്ടെ. ഇനി ആരാണ്? ദൈവനാമത്തിന് മഹത്വം. സൗദി അറേബ്യയിൽ നിന്നാണ്. ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. കൃപയാൽ എനിക്ക് ഇങ്ങനൊരു ബൈബിൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഷീജ റോബിൻ എന്ന് പറയുന്ന ആന്റിയാണ് എനിക്ക് ലിങ്കും ഇതിനെക്കുറിച്ച് പറയാൻ ഇടയായി തീർന്നത്. അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവത്താൽ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരി ജസാന്റെ പ്രദേശത്ത് സൗദിയിൽ തന്നെ ആയിരിക്കുന്നു. മാതാവുണ്ട്, നാട്ടിലായിരിക്കുന്നു. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സൗദിയിൽ ഏത് സ്ഥലത്താണ്? സൗദിയിൽ നജ്റാൻ റീജിയൻ ആണ്. യമൻ ബോർഡർ ആണ്. നാട്ടിലെവിടാ? നാട്ടിൽ കൊല്ലമാണ്. കൊല്ലം. ഓക്കെ. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. കർത്താവ് സഹോദരി, ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, UK-യിൽ നിന്ന് ഒക്കെ അനേകർ ജോയിൻ ചെയ്യുവാൻ സഹായിക്കുന്നു. പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ. ദൈവനാമം മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജിജി എന്നാണ്. ഞാൻ എരുമേലിയിൽ തുലാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇങ്ങനെ ബൈബിൾ ക്ലാസ് പഠിപ്പാൻ എനിക്ക് വളരെ ആഗ്രഹം തോന്നി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് ചെന്നൈയിൽ നിന്ന് ലീലാമാൻഡിയാണ് എനിക്ക് നമ്പർ തന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ഒരു 2-3 ക്ലാസ് അങ്ങോട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് സാധിക്കാൻ പറ്റാതെ എൻ്റെ ആയിപ്പോയി. ഈ പ്രാവശ്യം എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നും ഗ്രാജുവേഷൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ക്ലാസ്സുകളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. എല്ലാവരെയും കാണുവാനും അതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ കേൾപ്പാനും ഒന്നുകൂടെ പഠിപ്പാനും, നമ്മൾ ബൈബിൾ വായിക്കുന്ന പോലല്ലോ, ഒന്നുകൂടെ അതിന് ആഴമേറിയ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ദൈവം എന്നെ ഇടയാക്കുന്നു. വീണ്ടും എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നവർ പ്രിയപ്പെട്ടവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വളരെ നന്നായിട്ട് തന്നെ ഇത് നമ്മളെ ക്ലാസ് മുമ്പോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറയുന്നു. അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തൈറോയിഡ് പ്രശ്നമുണ്ട് എനിക്ക്. എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ പനിയും ചുമയും അലർജിയുമായിട്ടൊക്കെ ഇരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇളയ 2 മക്കളുണ്ട്. മൂത്തവൾ BCom ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇളയവൾ +2 പഠിക്കുന്നു. ഒക്കെ ഇപ്പോൾ തലവേദനയായിട്ട് കിടക്കുവാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രത്യേക പ്രിയ സിസ്റ്ററിനെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ഓർക്കും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നന്ദി. നമ്മുടെ പ്രിയ ബ്രദർ സണ്ണി തോമസ് നമ്മളോടൊപ്പം വളരെ ആത്മാർത്ഥതയോടെ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യുന്നതാണ്. പ്രിയ അച്ചായനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും താൻ എല്ലാ ക്ലാസ്സുകളിലും വീഡിയോ ഒക്കെ ഓണാക്കി ജോയിൻ ചെയ്യുന്നതാണ്. ദൈവം സഹായിക്കട്ടെ. ഒരു വാക്ക് പറയുന്നോ? സാറേ, എന്നെ പറ്റി സാക്ഷ്യം പറഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അവസരം സുഖമില്ല. എനിക്ക് പിന്നീട് ഒരിക്കൽ സാക്ഷ്യം പറയാം.
കേട്ടോ ഞാൻ പറഞ്ഞത്? കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. തനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കണ്ടാൽ തോന്നത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാജുവേഷന് വന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് തൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ പറ്റി അറിയുവാനിടയായി തീർന്നത്. നമ്മുടെ മധ്യത്തിൽ ഒത്തിരി ആൾക്കാർ പ്രാർത്ഥന ആവശ്യമുള്ളവരൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന നമുക്ക് ഏറ്റവും അനുഗ്രഹം. പ്രത്യേകിച്ച് ഈ ആന്റിമാരും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് അവരുടെ ദൈവവചന പഠനങ്ങളൊക്കെ കാണിക്കുന്നുവല്ലോ. അവര് കാണിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും പ്രാർത്ഥനാ സപ്പോർട്ടുകൾക്കും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണല്ലോ. ഈ സെയിം ലിങ്ക് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ലിങ്ക് ഇടാൻ മറന്നാലും ഈ സെയിം ലിങ്ക് ആയിരിക്കും എല്ലാ ദിവസങ്ങളും. 9 മണിക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങും തിങ്കളാഴ്ച മുതൽ. നമ്മുടെ എല്ലാ അനുഗ്രഹിക്കുന്നവരായ ദൈവദാസന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്ലാസ്സുകൾ മുടക്കരുത്. അഥവാ ആ ക്ലാസ്സുകൾ മുടക്കിയാൽ അടുത്ത ദിവസം യൂട്യൂബ് ലിങ്ക് നമ്മുടെ അതിനകത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ തന്നെ യൂട്യൂബ് ലൈക്ക് ചെയ്താൽ അതിനകത്ത് നമുക്ക് ഓരോ ക്ലാസ്സുകളും കാണും. നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകളൊക്കെ പഠിക്കുവാൻ സാധിക്കും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇതിന്റെ പുറകിൽ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട്. ഒരു ടീം വർക്കായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നന്ദി. ഇനി ആരും തന്നെ പറയാൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ഷാജി കെ ഡാനിയേൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം ദൈവവചനം ശുശ്രൂഷിക്കും. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട നമ്മൾ കേട്ടല്ലോ ഒത്തിരി പേർക്ക് പുതുതായിട്ട് ദൈവവചനം പഠിക്കുവാൻ പ്രായഭേദമന്യേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്തോത്രം ദൈവവചനം പഠിക്കുവാൻ ദൈവം പലരെ സഹായിക്കുന്നുവല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ മുഖം വാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. എന്നെ നന്നായി നടത്തും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്റെ നാഥൻ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രത്യേക ഈ ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് നമ്മളുടെ ദൂരത്തും ചാരത്തുമായിട്ട് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പുറകെ പഠിപ്പിക്കുന്ന നമ്മുടെ 5 അധ്യാപകർക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാക് വർഗീസിനായി പ്രാർത്ഥിക്കാം. പ്രിയ മാത്യു പി തോമസിനായി സ്തോത്രം ചെയ്യാം. ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഇതിന്റെ പുറകില് അധ്യധ്വാനം ചെയ്യുന്നതിന്റെ സൂം ഓപ്പൺ ചെയ്യുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിന് ബ്രോഷറുകൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഇത് റെക്കോർഡ് ചെയ്യുന്നവരുണ്ട്, മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കണം. ഇതിന്റെ വേണ്ടി ചെറിയ ഒരു വിരളനക്കുന്ന പോലും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇതിന്റെ പുറകിൽ സാമ്പത്തികമായ ചെലവാക്കുന്ന ദൈവമക്കളുണ്ട്. ദൈവം അവരെ സഹായിക്കണം. പ്രത്യേക പ്രിയ ഷാജി കെ ഡാനിയേൽ ദൈവദാസനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ബിസിനസ് മേഖലകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ അഗാപ്പെ സെന്ററിനായി പ്രാർത്ഥിക്കാം. പ്രത്യേക അവിടെയും ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണല്ലോ. ദൈവവചനം പഠിക്കുവാൻ ചില യുവാക്കളെ ദൈവം വരുത്തേണ്ടതിനായി പല ഭാഷക്കാർ ഹല്ലേലൂയ സൗജന്യമായി ദൈവവചനം പഠിക്കുവാൻ ദൈവം ഇടയാക്കി തീർന്നല്ലോ. അനേകരെ ഉത്സാഹമുള്ളവരെ ദൈവം കൂട്ടിവരുത്തേണ്ടതിനായി
എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. നിങ്ങൾ ആവോളം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവിടെ വളരെ മനോഹരമായ ഒരു ഫെസിലിറ്റി ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഏറ്റവും പ്രയോജനപ്രദമാക്കി തീർക്കുവാൻ ഹല്ലേലൂയ. പ്രത്യേകം നമ്മുടെ ഈ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ പ്രാർത്ഥനയും സഹകരണവും ആ പ്രവർത്തനത്തിനൊരു കൈത്താങ്ങായി തീരുവാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രത്യേകം നമ്മുടെ ഇവിടെ പലവിധമായ സൗഖ്യമില്ലാത്ത പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഡിവൈസിലൂടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സണ്ണി തോമസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് സാക്ഷി പറഞ്ഞ ഏലിയാമ്മ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പല പ്രിയപ്പെട്ടവർ പ്രായാഘ്യത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പല സുവിശേഷ വേലയിലുള്ളവരുണ്ട്, ഹല്ലേലൂയ, ദൈവവചന പ്രവർത്തനത്തിലായിരിക്കുന്നവരുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിന് സ്തോത്രം ചെയ്താട്ട്. നാം പഠിപ്പിക്കുന്നതായി ദൈവവചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ഇന്ന് തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അത് ലഭിക്കുമെന്ന് പറയുന്നത് പോലെ നാം വിതയ്ക്കുന്നതായ വിത്തുകൾ, നാം പഠിപ്പിക്കുന്ന ദൈവവചനം അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകർക്ക് വിടുതലായി തീരുവാൻ, സുവിശേഷത്തിന്റെ വ്യാപനത്തിന് അത് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താണ്. പ്രത്യേകം ഞങ്ങളുടെയൊക്കെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഖത്തറിലുള്ള അഗാപ്പെ ചർച്ചിന് വേണ്ടി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഡാളസിലുള്ള ഹല്ലേലൂയ അഗാപ്പെ ചർച്ചിന് വേണ്ടി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹല്ലേലൂയ അനേക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ദൈവം അതിനെ എല്ലാം വ്യാപ്തിയാക്കി തരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. തുടർന്നുള്ള ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ വളരെ ശക്തമായി നമ്മോടൊപ്പം പ്രവർത്തിപ്പാൻ, നമ്മളോട് ദൈവവചനം പറയുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ രാജു പി ജോയ് പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ട്, ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി സ്തോത്രം. ഞങ്ങളുടെ അഗപ്പെ മിനിസ്ട്രിയിൽ കർത്താവെ ബൈബിൾ കോളേജിന്റെ ചാപ്പൽ സർവീസിനോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമൊരുക്കിയ നല്ല അവസരത്തിന് നന്ദി പറയുന്നു. ക്ലാസുകൾ നയിക്കുന്ന എല്ലാ അധ്യാപകർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിലും ഇന്ന് ഈ രാത്രിയിലുമൊക്കെ അങ്ങയുടെ വലിയ വിടുതൽ ഏവരുടെ മേലും അയപ്പാൻ അങ്ങയ്ക്ക് തിരിഹിതമായല്ലോ. എല്ലാവരും ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. അല്പം മുമ്പ് സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോടൊത്ത് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സെമസ്റ്റർ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും കർത്താവ് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും സഹായിക്കണം. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായി നിലകൊള്ളുന്ന വചനം അനേകരിലേക്ക് വെളിച്ചമെത്തിക്കുവാൻ സ്വർഗം സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥന കേൾക്കും. ക്രിസ്തു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ ആകുവാൻ പോവുകയാണ്. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ ഷാജി കെ ഡാനിയേൽ പ്രത്യേക ഈ പ്രവർത്തനത്തിന്റെ പ്രസിഡന്റായും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അനുഗ്രഹീതനായ ദൈവദാസനാണ്. ഈ ദിവസങ്ങളൊക്കെ താൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയൊക്കെ ആയിരുന്നു. ദൈവം തന്റെ പ്രവർത്തനങ്ങളെയൊക്കെ അനുഗ്രഹിക്കേണ്ടതിനായി നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. തുടർന്ന് താൻ ദൈവത്താൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ. ദൈവം തന്നെ ശക്തമായി വീണ്ടും ഹല്ലേലൂയ നടത്തട്ടെ. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. റവറൻ ഡോക്ടർ ഷാജി കെ ഡാനിയേൽ, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ചാപ്പൽ സർവീസ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ ദാസൻ പാസ്റ്റർ ലാലു ജേക്കബ്, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കേട്ട അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾക്കായിട്ട്, മനോഹരമായ പാട്ടുകൾക്കായിട്ട്, നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റിനായിട്ടൊക്കെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ ഇന്ന് രാത്രികാലം ജയോത്സവമായി നടത്തട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ മെസ്സേജിനുള്ള സമയമില്ലല്ലോ, എനിക്ക് പെട്ടെന്ന് കടന്നു പോകണം. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മൾ ആരാണെന്നുള്ളത്, നമ്മൾ എന്തിനു വേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു, നമ്മൾ എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണം എന്നുള്ള ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ചില ചുരുങ്ങിയ സമയത്തിനുള്ള ഓർപ്പിച്ച് മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഈ വർഷം പുതുതായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ ചാപ്പൽ സർവീസ് ആണല്ലോ. ഇത്രയും പേര് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങളെ പലരെയും ഗ്രാജുവേഷന് കണ്ടു, സന്തോഷം. പുതിയ മുൾക്കാട് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ ഓരോ ദിവസവും പുതിയ വ്യക്തികളെ ചേർക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളൊരു ഫാമിലിയുടെ അംഗങ്ങളാണ്.
നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം വിതക്കാർ എന്നുള്ള ഒരു സബ്ജക്റ്റ്, ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാൻ ദൈവം വിളിച്ചറിയപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പല ഉപമകളിലൂടെ തന്റെ ശിഷ്യന്മാരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഉപമയാണ് അദ്ദേഹം പറഞ്ഞത്, വിതയ്ക്കുന്നവന്റെ ഉപമ. ഇത് മത്തായി സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഈ 3 സുവിശേഷങ്ങളിലും ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് എഴുതിയിരിക്കുന്ന, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യേശുവിൻ്റെ ഒരു ഉപമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് രാത്രികാലം ചിന്തയ്ക്കായിട്ട് മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഈ മനോഹരമായ ഉപമയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ എൻ്റെ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി ജീവിച്ചു. അതിൻ്റെ 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ചായിട്ട്. യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലരികെ ഇരുന്നു. വളരെ പുരുഷാരും അവന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഈ ഒരു സീൻ നമ്മളൊന്ന് കാണണം. യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, അവന് കടലരികെ ഇരിക്കുകയായിരുന്നു. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സെറ്റപ്പിൽ വരാറുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങും, ചിലപ്പോൾ ഒന്ന് നടന്നിരിക്കും, നമ്മൾ അന്തി കവലയിലൊക്കെ പോയെന്നിരിക്കും. അതുകൊണ്ട് യേശു സാധാരണ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി കടലരികെ ചെന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. അത് കണ്ടപ്പോൾ യേശുവിന് എക്സൈറ്റഡ് ആയി. അപ്പോൾ പുരുഷാരമൊക്കെ ആൾക്കാരിങ്ങനെ കൂടപ്പോൾ യേശുവിൻ്റെ പ്രത്യേകത, യേശു എവിടെ ചെന്നാലും അവനെ അനുഗമിക്കുന്ന ഒരു കൂട്ടരാണ്. കാരണം യേശുവിൽ നിന്ന് പ്രാപിപ്പാൻ ജനങ്ങൾ തിക്കി തിരക്കി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനുള്ള അഭിഷേകമായിരുന്നു അത്. അപ്പോൾ ദൈവമക്കളെ, നമ്മളിൽ ഒരു അഭിഷേകമുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും ജനങ്ങൾ നമ്മളെ അറിയണം, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് അറിഞ്ഞ് നമ്മളുടെ അടുക്കലേക്ക് കൂടി വരുന്ന ഒരു കൂട്ടം ജനം യേശുവിൻ്റെ അടുക്കൽ ഉണ്ടാകുന്നു. ഇപ്പൊ യേശു സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു. യേശു അപ്പോൾ ഒരു ചെറിയ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ എവിടെ നമുക്കൊരു ചാൻസ് കിട്ടുന്നു, അത് യേശു നമുക്ക് കാണിച്ചത് മാതൃകയാണ്. യേശു പടകിൽ കയറി ശിഷ്യന്മാരോട് ഇവിടുത്തെ ദുഷിയും കുറ്റവും കുറവൊന്നും പറയാനല്ല യേശു ശ്രമിച്ചത്. യേശു ദൈവിക മർമ്മങ്ങളെ കുറിച്ച് പറയുവാൻ യേശു ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതൊരു പാഠമായിരിക്കണം. യേശു ചെയ്തതുപോലെ നമ്മുടെ അടുത്ത് വരുന്നവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ ദൈവത്തിന്റെ വചനവും ദൈവസ്നേഹവും യേശു ആരെന്നുള്ള ആ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് വളരെ അനുഗ്രഹമായി വരും. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, അവൻ പല കാര്യങ്ങൾ ഉപമകളായി അവരോട് പ്രസ്താവിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് പറയാണ്, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ഇന്ന് രാത്രിയിൽ വിതയ്ക്കുന്നവൻ, ദ സോവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വിതക്കാർ അതായത് നമുക്കറിയാം വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ചില ആവശ്യങ്ങളോടെ, ചില പ്രത്യേക കാഴ്ചപ്പാടോടെ നമ്മൾ ഫലങ്ങള് സസ്യങ്ങളൊക്കെ നടാറുണ്ട്. അപ്പോൾ വിതക്കാർ എന്നുള്ളത് ഒരു വലിയൊരു മർമ്മമാണ്. യേശുവിന് വേണ്ടി വിതയ്ക്കുന്നവർ. അപ്പോൾ നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് യേശുവിന് വേണ്ടി വിതയ്ക്കുവാനാണ്. അപ്പോൾ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിതയ്ക്കുവാൻ വേണ്ടി പുറപ്പെടണം. നമുക്കൊരു ഒരു യാത്ര ആവശ്യമാണ്. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു സ്വന്തം ഭവനത്തിൽ നിന്നോ മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ സാക്രിഫൈസ് ചെയ്താണ് ഒരു വിതക്കാരൻ. ചിലപ്പോൾ വിതക്കാരൻ വെളുപ്പിന് എഴുന്നേറ്റ് പാടങ്ങളിൽ പോയി വിതയ്ക്കുമായിരിക്കും. മറ്റുള്ളവരൊക്കെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ ഫോക്കസ് എങ്ങനെയെങ്കിലും ഈ വിള ഈ ഭൂമിയിൽ ഒന്ന് ഇടണം എന്നുള്ളൊരു താല്പര്യമാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച്, നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പുറപ്പെടണം. എന്തിനു വേണ്ടി പുറപ്പെടണം? വിതയ്ക്കാൻ പുറപ്പെടണം. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ ദൈവം തരുന്ന കഴിവനുസരിച്ച് നമ്മൾ പുറപ്പെടുന്നവരായിരിക്കണം. നമ്മൾ വിതയ്ക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ യേശു ഈ ഉപമ പറഞ്ഞപ്പോൾ പറയുകയാണ്, വിതച്ചപ്പോൾ പല കാര്യങ്ങൾ സംഭവിച്ചു.
പല തരത്തിലുള്ള ഇടങ്ങളിലേക്ക് ഈ വിത്തുകൾ വീണു. അപ്പോൾ വിതയ്ക്കുന്നവൻ വിതച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിതച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിൻ്റെ ഫലം കണ്ടില്ലെങ്കിലും നമ്മൾ ഒരിക്കലും വിത നിർത്തരുത്. ഇപ്പൊ 4 സ്ഥലങ്ങളിലാണ് ഇവിടെ വിത്തുകൾ പോയി വീണത്. ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. ചിലത് വഴിയരികെ വീണു. ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലതു പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിനു താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളി മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കുക. അപ്പൊ 4 പ്രത്യേക ഇടങ്ങളിൽ വീണ വിത്തുകളെ നമുക്ക് അവിടെ കാണാം. അപ്പൊ ചിലത് വിത്ത് വിതയ്ക്കുന്ന ചിലത് വഴിയരികൾ വീണു. അപ്പോൾ നമ്മൾ എന്ത് വിതച്ചാലും നമുക്കതിന് ഒരു പൊട്ടൻഷ്യൽ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ബൈബിൾ കോളേജ് നമ്മൾ വളരെ ആഗ്രഹത്തോടെ പഠിക്കുന്നു. ഇതിനകത്ത് നിങ്ങൾ എത്ര പേർ, നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം എല്ലാവരും അവസാനം ഡിസംബർ വരെ കഴിയണം എന്നൊക്കെയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ച് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ വന്നു പോയാൽ നമുക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് വരത്തില്ല. അപ്പൊ വിതക്കാരന്റെ ആഗ്രഹം അവസാനം വീണ നല്ല നിലത്ത് വീണ് 100, 30, 60 മേനി വിളയണമെന്നാണ് അവൻ്റെ ആഗ്രഹം. നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മൾ പഠിക്കുന്നതും നമ്മൾ ശുശ്രൂഷിക്കുന്നതും എല്ലാം വളരെ ഫലവത്താകണം എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഈ മറ്റ് സ്ഥലങ്ങളിൽ വീണ വിത്തിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട. കാരണം അത് എല്ലാം അതിൻ്റെതായ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതായത് വഴിയരികൾ വീണ വിത്തിന് എന്ത് പറ്റി? പറവകൾ തിന്നു കളഞ്ഞു. അപ്പൊ പറവകൾക്ക് അവരുടെ ഭക്ഷണത്തിന് അവരുടെ വിശപ്പടക്കാൻ ഈ വിതച്ച വിത്ത് പര്യാപ്തമായിരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ ആർക്കെങ്കിലും ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യും, ഇല്ലേ? പാലസ്ഥലത്ത് വീണ വിത്ത് അത് മറ്റു ചില വിത്ത് ഫലമുണ്ടാകാതെ ഭൂമിയിൽ ലയിച്ചാൽ ഭൂമിയുടെ വളമായിട്ട് വരുന്ന വിത്തുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാത്തിലും വാക്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതിൽ ശക്തിയുണ്ട്, അതിന് പ്രയോജനമുണ്ട്, അത് എന്നെങ്കിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ബോധം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമുക്ക് തരട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം, നമ്മൾ വിതക്കാരാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. വിതയ്ക്കുവാൻ നമ്മളെ ഏത് സമയത്തും നമ്മൾ റെഡി ആയിരിക്കണം. 2, നമ്മൾ പുറപ്പെടണം. നമ്മൾ കട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ വിതയ്ക്കാനൊക്കത്തില്ല, നമ്മൾ മറ്റു വിഷയങ്ങൾ ചെയ്താൽ വിതയ്ക്കാനൊക്കത്തില്ല. കർത്താവിന് വേണ്ടി വിതയ്ക്കുവാൻ ദൈവവചനമാണ് വിതയ്ക്കുന്നത്. അപ്പം ഇവിടെ യേശു ഇതിനെക്കുറിച്ച് 13-ാം അധ്യായത്തിൽ 18 മുതൽ, ഞാൻ എടുക്കുന്നില്ല, 23 വരെ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്ഥലങ്ങൾ എവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഹൃദയത്തിൻ്റെ 4 അവസ്ഥയെയും ഇതിനകത്ത് എടുത്ത് കാണിക്കും. നമ്മുടെ ഹൃദയത്തിന് 4 അവസ്ഥയുണ്ട്. ഒന്ന്, 4 ടൈപ്പിലുള്ള ഹൃദയങ്ങളാണ് ഇവിടെ ഈ പാരബിളിൽ എടുത്ത് പറയുന്നത്. ഒന്ന്, ബ്ലൈൻഡ് ഹാർട്ട്, അതായത് ഹാർഡ് പാത്ത്, അതായത് വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ച്. ബ്ലൈൻഡ് ഹാർട്ട് അതായത് അടയപ്പെട്ട ഹൃദയം. നമുക്കറിയാം എന്ത് പറഞ്ഞാലും ആ ഹൃദയത്തിലോട്ട് പോകത്തില്ല. അപ്പോൾ രണ്ടാമതോട് പറയുന്നത് റോക്കി ഹാർട്ട്, അതായത് പാറ പോലെ ഉറച്ചിരിക്കുന്ന ഹൃദയങ്ങൾ, റോക്കി ഹാർട്ട്. പിന്നെ മൂന്നാമതൊരു ഹൃദയത്തെ കുറിച്ച് പറയുന്നത് റിബല്ലിയസ് ഹാർട്ട്, അതായത് എന്ത് പറഞ്ഞാലും അതിന് മറുതലിക്കുന്ന ഒരു സ്വഭാവം, അതിനെയാണ് തോണി, അതായത് മുള്ളുള്ള ഇടങ്ങൾ, തോണി ഹാർട്ട്, റിബല്ലിയസ് ഹാർട്ട്. പിന്നെ പറയുന്നത് ഗുഡ് സോയിൽ, നല്ല നിടമെന്ന് പറഞ്ഞാൽ റിമൈനിങ് ഹാർട്ട്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ നിന്ന് ഫലം കായ്ക്കുന്ന ഒരു ഹൃദയം. അപ്പൊ 4 ടൈപ്പുള്ള ഹൃദയത്തിന്റെ അവസ്ഥയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവരോട് പറയുകയാണ്. ഒന്നുകൂടെ പറയാം, ബ്ലൈൻഡ് ഹാർട്ട്, അതായത് വഴിയരികിൽ വീണത്, ഹാർഡ് പാത്ത്. രണ്ടാമത് റോക്കി ഹാർട്ട്, അതായത് ഹാർഡായിട്ടുള്ള പാറ പോലെ ഉറച്ചിരിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാകും. അവിടേക്കും നമുക്ക് വിതയ്ക്കുവാനൊക്കത്തില്ല. മൂന്നാമത് റിബല്ലിയസ് ഹാർട്ട്, എല്ലാത്തിനും റിബല്ലിയസ് ആയിട്ട് എതിര് പറയുന്ന സ്വഭാവക്കാരുണ്ട്. നാലാമതായി ഇത് സ്വീകരിക്കുവാൻ ഗുഡ് സോയിൽ, അതായത് ദൈവം നമുക്ക് തരട്ടെ. അപ്പൊ നമ്മൾ വിതയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലും നമ്മുടെ വിത്തുകൾ വീഴുമെങ്കിലും ദൈവമക്കൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മുടെ ഓരോ വിത്തും
ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ അയക്കുന്നു എന്നുള്ള ഒരു ബോധം ഒരു ദൈവം ഉണ്ടായിരിക്കണം. കർത്താവ് യേശു ക്രിസ്തു മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ഒന്നെടുത്ത് വായിച്ചാട്ട്. മത്തായി സുവിശേഷം 10:16 വായിച്ചാട്ട്. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്റെ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇന്ന് രാത്രിക്കാലം നമ്മൾ അറിയണം, യേശു നമ്മളെ അയച്ചു എന്നുള്ള ബോധം. എന്തിനു വേണ്ടി? വിത്ത് വിതയ്ക്കുവാൻ നമ്മളെ അയച്ചിരിക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം. നമ്മുടെ സ്വഭാവം ദൈവം പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ദൈവമക്കളെ, ദൈവം നിങ്ങളെ അയക്കുന്നു എന്നുള്ള ഒരു ബോധം, നിങ്ങളെ വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? വിതയ്ക്കുവാൻ. പലയിടങ്ങളിൽ നിങ്ങളുടെ വിത്തുകൾ എത്തപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ പിതാവിന്റെ മുൻപിൽ ഞാൻ തള്ളിപ്പറയും. അപ്പം യേശുവിനെ ഉയർത്തുവാനാണ് നമ്മളെ വിളിച്ചത്. എന്തിനു വേണ്ടി? യേശു നമ്മളെ അയച്ചു. യേശു നമ്മളെ അയക്കുമ്പോൾ യേശുവിനെ നമ്മൾ ഉയർത്തണം. ഏത് സാഹചര്യത്തിലും യേശുവിനെ ഉയർത്തുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാല സാക്ഷി പറഞ്ഞ അനേക പ്രിയപ്പെട്ടവര്, യേശു എനിക്കിത് ചെയ്തു, യേശു എന്നെ നടത്തി, യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ സൗഖ്യമാക്കി എന്നൊക്കെയും പറയുമ്പോൾ നമ്മൾ വിതയ്ക്കുന്ന ഓരോ വിത്തിലും യേശുവിനെ ഉയർത്തുന്ന വാക്കുകളാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ വിതക്കാരാണ്. നമ്മൾ വിതയ്ക്കുവാൻ പുറപ്പെടണം. യേശു നമ്മളെ അയച്ചു എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ വിത്ത് 100, 60, 30 മേനി ഫലം കായ്ക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചു എന്നിരിക്കുമ്പോൾ തന്നെ അതിനിടയിൽ മറ്റ് പലയിടങ്ങളിൽ വീഴുന്ന വിത്തുകൾക്ക് അതിൻ്റെതായ ക്രിയ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ആകയാൽ നാം എന്ത് ചെയ്യണം? ആകയാൽ നമ്മൾ പുറപ്പെട്ടു പോകണം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ എൻ്റെ യേശു നമുക്ക് ഗ്രേറ്റ് കമ്മീഷൻ തരുമ്പോൾ യേശു പറഞ്ഞ ഒരു വാക്യം, വളരെ അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ വാക്കുകൾ, ഗ്രേറ്റ് കമ്മീഷൻ. യേശു പറഞ്ഞു, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവമക്കളെ നമുക്ക് പറയാം, യേശു എന്നെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. യേശു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. യേശുവിൻ്റെ അധികാരത്തിൽ ഞാൻ പുറപ്പെടും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുക. എന്തുകൊണ്ട് നമ്മൾ പുറപ്പെടണം? യേശു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. എന്നെ ഓതറൈസ്, നമുക്കറിയാം ഒരാളെ ഓതറൈസ് ചെയ്യുമ്പോൾ ആ ഓതറൈസ് ചെയ്ത വ്യക്തിയുടെ അധികാരമാണ് കൈമാറ്റപ്പെടുന്നത്. ആ വ്യക്തിയുടെ വെയിറ്റ്, ആ വ്യക്തിയുടെ ഗാംഭീര്യം, അതൊക്കെ ആ ഓതറൈസേഷനിൽ ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മൾ ഓതറൈസ് ചെയ്ത് ഒരാൾക്ക് ലെറ്റർ കൊടുക്കാറുണ്ട്, ഞാൻ ഇന്ന വ്യക്തിയെ ഓതറൈസ് ചെയ്യുന്നു. അതുകൊണ്ടപ്പോൾ ആ വ്യക്തി, ഓതറൈസ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഓതറൈസ് കൊടുത്ത വ്യക്തിയുടെ എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല രാജ്യങ്ങളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. എന്ന് രാത്രിയിൽ നമ്മൾ വിതയ്ക്കുവാനുള്ള ആഹ്വാനം സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ആഹ്വാനമാണ്. അദ്ദേഹം നമ്മളെ അധികാരപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ പുറപ്പെട്ടു പോകണം. നമ്മൾ വിതക്കാരാണെന്നുള്ള ഒരു വലിയ ബോധം ഇന്ന് രാത്രികാലം നമ്മളെ ഭരിക്കണം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സും ഓരോ അധ്യാപകരും നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത് നമ്മളെ വിതയ്ക്കുവാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും നമുക്ക് വേണ്ടുന്ന ടൂൾസ്, നമുക്ക് വേണ്ടുന്ന വിത്തുകൾ, ദൈവത്തിന്റെ വചനം പല നിലകളിൽ, പല അളവുകളിൽ നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യുവാനാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമുക്കറിയാം, കൂടുതൽ വിത്ത് ശേഖരിക്കുന്നവർക്ക് എന്ത് ചെയ്യാനൊക്കും? കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിതയ്ക്കുവാനൊക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ താല്പര്യം, കർത്താവേ, ഓരോ ദിവസവും ഈ പുതിയ പുതിയ വിത്തുകളും ജ്ഞാനവും പരിജ്ഞാനവും എനിക്ക് തന്ന് അനേക ഇടങ്ങളിൽ വിതയ്ക്കുവാൻ, നമ്മുടെ പാടങ്ങൾ വലുതാകുവാൻ. വിത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും? പാടങ്ങളുടെ
വലിപ്പവും കൂടും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ദർശനവും ദൈവം നമുക്ക് തരുന്ന അറിവിനൊത്തുവണ്ണം വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മൾ എങ്ങനെ പുറപ്പെടണം? നമ്മൾ ശക്തി ലഭിച്ചിട്ട് പുറപ്പെടണം. അതായത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. വായിച്ചാട്ട് ആക്ട് ചാപ്റ്റർ 1:8. അപ്പോസ്തല പ്രവൃത്തി 1:8. നിങ്ങൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകേണ്ടത് എന്താ? ശക്തി ലഭിക്കണം. നമ്മൾ ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം സഭാപ്രസംഗിയിൽ പറയുന്നു, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘത്തെ നോക്കുന്നവൻ കൊയ്യുന്നില്ല. അപ്പൊ നമ്മൾ പ്രതിബന്ധങ്ങളെ നോക്കി, പ്രശ്നങ്ങളെ നോക്കി നിന്നാൽ വിതയം നടക്കത്തില്ല, കൊയ്ത്ത് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം ദൈവസന്നിധാനത്തിൽ ശക്തിയോടെ ഉപയോഗിക്കുവാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരമാണിത്. അത് വിത്തുകൾ ശേഖരിക്കുവാൻ, അത് വിതയ്ക്കുവാൻ, പുറപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. സഭാപ്രസംഗി 11:1 പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ, എല്ലാവരും പാസ്റ്റർ അത് ഉപയോഗിച്ചു, ആ വാക്ക് ഉപയോഗിച്ചു. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ കോർഡിനേഷൻ ആകിയ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് അത് നിനക്ക് കിട്ടും. ദൈവമക്കളെ, നമുക്കുള്ള ദൈവത്തിന്റെ ആഹ്വാനമാണ് നമ്മുടെ വചനമാകുന്ന അപ്പം, വചനമാകുന്ന വിത്ത് വിതയ്ക്കുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന്റെ കൺക്ലൂഷനായിട്ട് ഒരു കാര്യം പറയാം. ഒന്ന്, നമ്മൾ വിതക്കാരാണ്. 2, നമ്മൾ വിതയ്ക്കുവാൻ വേണ്ടി പുറപ്പെടണം. നമ്മൾ വിതച്ച് പലയിടങ്ങളിൽ വീഴുന്നത്, എവിടെ വീഴുന്നു എന്നുള്ള പ്രശ്നമല്ല, പക്ഷെ ദൈവം അതിൻ്റെതായ പ്രതിഫലം നമുക്ക് തരും. നമ്മൾ അയക്കപ്പെടുന്നത് ദൈവത്തിന്റെ അതോറിറ്റിയിലാണ്. യേശുവിനെ ഉയർത്തുവാനാണ് നമ്മൾ പോകുന്നത്. ആകയാൽ നമ്മൾ പുറപ്പെടണം. നമ്മളെപ്പോൾ പുറപ്പെടണം? ശക്തി ലഭിച്ചിട്ട് നാം പുറപ്പെടണം. നമ്മെ കാറ്റിനെയോ കോളിനെയോ പ്രശ്നങ്ങളെ നോക്കി നിന്നാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട്, നമ്മുടെ ചുറ്റുപാടുകൾക്ക് അതീതമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം നിങ്ങൾക്ക് തരുന്ന വചനത്തെ, അപ്പത്തെ എറിയുവാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചുവല്ലോ. കർത്താവിന്റെ ദാസന്റെ തിരക്കേറിയ സമയത്തും വേർതിരിച്ച് നമ്മുടെ ചാപ്പൽ സർവീസിൽ കടന്നു വന്ന് ദൈവവചനം പ്രസംഗിക്കുവാൻ, പറയുവാൻ താൻ കാണിച്ച നല്ല സന്മനസ്സിനായി സ്തോത്രം. ദൈവം തന്നെ മാനിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുവൈറ്റിൽ നിന്ന് പ്രിയ സാലി ആന്റി ഉണ്ട്, നമ്മളെ വളരെ ആത്മാർത്ഥത്തോടെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എല്ലാവരെയും ഓർത്ത് പ്രിയ ശോഭ സിസ്റ്റർ ഫിലദൽഫിയയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്പർജൻ ആൻഡ് ടീന, അവർ ദോഹയിൽ നിന്ന് പോയ ഒരു ഫാമിലിയാണ്. ഒഹായോയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാസ്റ്റർ സന്തോഷ് തങ്കച്ചൻ ദോഹയിൽ നിന്നുണ്ട്. എല്ലാവരെയും ഞാൻ ചിലരെ മാത്രം പേര് പറഞ്ഞ് വേറെ ചിന്തിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ ആത്മാർത്ഥതയോടെ നമ്മോടൊപ്പം ജോയിൻ ചെയ്തവരാണ്. ഇവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവസാനമായി നമ്മുടെ പ്രിയ ദോഹയിൽ നിന്ന് പ്രിയ കൊച്ചുമോൾ ജോർജ് ജോയിൻ ചെയ്തിട്ട് താനൊരു നല്ല ഗായികയാണ്. ഒരു പാട്ട് പാടും, ലാസ്റ്റ് ഒരു പാട്ട് പാടുന്നതായിരിക്കും. കൊച്ചുമോൾ ജോർജ്. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. വിൺമയമാകും ശരീരം
ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. താങ്ക് യു പ്രിയ സഹോദരി. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദോഹയിലുള്ള സഭയുടെ മെമ്പറാണ്. ദൈവം തന്നെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അവസാനമായി നമ്മോടൊപ്പം പ്രിയ പാസ്റ്റർ ജെഫ്രി ജേക്കബ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. കർത്താവിന്റെ ദാസൻ താൻ തന്നെ അവസാനമായി പ്രാർത്ഥിക്കും. അവസാനമായിട്ട് ജെഫ്രി പാസ്റ്റർ പ്രാർത്ഥിക്കും. ഷാജി പാസ്റ്റർ ആശീർവാദവും പറയുന്നതാണ്. Thank you, Pastor Lalu. Let's pray. Father Lord, we thank you for this time that you have given us on the first chapel service for this new year that you have entrusted upon us. We are thankful for everyone who have joined this evening and morning in different places. Thank you for the wonderful testimonies that we were able to hear. Thank you, Lord, for all the people who have actively joined with an earnest desire to honor you, Lord. Thank you for the word that you brought forward through the man of God. Allow us to be that active sower in this generation that can win souls, to refrain from things that we don't need to bother. Allow us to focus in what you have purposed in our life, Lord. Thank you that you have given that word. Allow that to, Lord, be instilled in our hearts and minds. We thank you that you're going to do great things in our life, Lord. Thank you for Pastor Lalu and the other ministers and all the teachers of this Bible college. Continue to equip them and lead so that we may be able to be like faithful stewards for the kingdom of God. Thank you once again for the time that you have given us. Bless each one of us and our families. In Jesus' name together we pray. Amen. Amen. Praise the Lord. കർത്താവിത്രത്തോളം നമ്മളെ സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാം. കണ്ണുകളടയ്ക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും നമ്മുടെ ബൈബിൾ സ്റ്റഡിയോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവിൽ നിന്ന് കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ അങ്ങ് വരയണം. God bless you. Have a blessed night. ഇന്ന് പരിചയപ്പെടാൻ പറ്റിയവർക്ക് അടുത്ത ആഴ്ചകളിലുള്ള അവസരമുണ്ട്. നിങ്ങൾ എല്ലാവരും പരിചയപ്പെടണം. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയണം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത ശനിയാഴ്ച എല്ലാവരും ജോയിൻ ചെയ്യണം. മൺഡേയിൽ നമ്മുടെ പുതിയ ക്ലാസ്, അടുത്ത ആഴ്ചത്തെ ക്ലാസ്സുകൾ തുടങ്ങുന്നു. നമ്മുടെ തുടങ്ങിയെന്നോർത്ത് ആരും ഇനി ചേർക്കാതിരിക്കരുത്. അടുത്ത തിങ്കളാഴ്ചക്കകം, ഇന്ന് ഫ്രൈഡേയിൽ നിങ്ങൾ സൺഡേയിൽ യോഗത്തിനൊക്കെ പോകുമ്പോൾ 2-3 പേരുടെ നമ്പർ മേടിച്ച് ഞങ്ങൾക്ക് തരണം. അവരെയൊക്കെ ജോയിൻ ചെയ്യിക്കണം. നാളത്തെ ആരാധനയിൽ നിങ്ങളുടെ സഭായോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ചിലരെയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഉത്സാഹത്തോടെ എത്രയും പേർക്ക് വീട്ടിലിരുന്ന് ദൈവവചനം പ്രതിഫലേച്ഛ കൂടാതെ ഒരു ചെലവുമില്ലാതെ പഠിക്കുവാൻ പറ്റുന്നല്ലോ. നിങ്ങൾ മാക്സിമം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തിങ്കളാഴ്ച നമ്മുടെ പാസ്റ്റർ PG മാത്യൂസ് ക്ലാസ് എടുക്കുന്നതാണ്. സാറിന് എന്തോ ഒരു അത്യാവശ്യ കാര്യം ഉള്ളത് കൊണ്ട് തിങ്കളാഴ്ചത്തെ ക്ലാസ് PG മാത്യൂസ് സാർ ക്രിസ്റ്റോളജി എടുക്കുന്നതാണ്. നമുക്ക് വീണ്ടും തിങ്കളാഴ്ച കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം. താങ്ക് യു.